ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരാധന സമൂഹത്തോട് ചേർന്നാണ് നമ്മളും ഈ അൾത്താരയ്ക്ക് ചുറ്റും ഈ സമയം ആയിരിക്കുന്നത്. നാളിതുവരെ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള എല്ലാ മക്കളെയും ഈ നിമിഷം നമുക്ക് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ വിവിധങ്ങളായ വിഷയങ്ങളും നമുക്കിപ്പോൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്ന പോലെ തന്നെ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന സന്ദേശം കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും ദൈവമാതാവിൻ്റെ വലിയ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരേ മനസ്സോടുകൂടി പരിശുദ്ധ അമ്മയോടൊപ്പം ഈ ആരാധനാ മണിക്കൂറിൽ ഇവിടെ ആയിരിക്കുന്നത്. വചനം കേൾക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഈശോയുടെ വചനം ഇപ്രകാരമാണ്: ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ. ഈശോയ്ക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് കൃപ അത് ശക്തിയായി ആത്മാവിലും നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ അത് അനുഗ്രഹങ്ങളുമായിട്ട് അത് പ്രകടമായി കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ മനസ്സോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സഹോദരാബുദ്ധിയ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ ദൈവപിതാവിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ട് നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയെ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മണിപ്പൂരിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ പീഡിത ക്രൈസ്തവരാണ് അവിടെ ജീവിക്കുന്നത്. അവരെല്ലാം ഒത്തിരിയേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ വളരെ സുരക്ഷിതരായി ഈ ആലയത്തിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ, ഈശോയെ ആരാധിക്കുമ്പോൾ നമുക്ക് അവരെ കൂടി മനസ്സിൽ കണ്ട് അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയും ഒപ്പം തന്നെ വിശ്വാസത്തിൻ്റെ വലിയ സാക്ഷികളായി അവരുയർത്തണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ആരാധന നയിക്കുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ നമുക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. നമുക്കും ആവശ്യമായിട്ടുള്ള വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കാനും ശക്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അച്ഛൻ്റെ അധരങ്ങളിലൂടെ പ്രദാനം ചെയ്യപ്പെടാനും ഒപ്പം തന്നെ അത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരിലും ആത്മാവിൻ്റെ വലിയ ചലനങ്ങൾ ഉണ്ടാകുവാനും സാക്ഷികളായി ഞങ്ങളെ ഉയർത്തുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ദൈവപിതാവിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ഗാന ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങൾ, ക്യാമറ കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ, സൗണ്ട് കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ, മീഡിയ ഓഫീസിലായിരിക്കുന്ന സഹോദരങ്ങൾ, ടെലികാസ്റ്റ് ചെയ്യുന്ന സഹോദരങ്ങൾ, എല്ലാവരെയും ഈ അൾത്താരയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൃപാസനത്തിന് വേണ്ടി, ഈ ആരാധനയ്ക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സഹോദരങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും എല്ലാ മേഖലകളിലും അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ കുടുംബങ്ങളിലേക്കും ജീവിത സാഹചര്യത്തിലേക്കും ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 വിഭാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർഗലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളിൽ പ്രധാനപ്പെട്ടത് ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശ്രീവം, പിന്നെ എല്ലാം ബ്ലെസ്ഡ് ആർട്ടിക്കിളാണ്, ഇൻക്ലൂഡിങ് കൃപാസനം പത്രം, എല്ലാം ബ്ലെസ്ഡ് ആർട്ടിക്കിളാണ്. കർത്താവിൻ്റെ
ചൈതന്യത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതാ. അത് അതിൻ്റെ ഒരു അറിവോടുകൂടി നമ്മൾ അനുവർത്തിക്കുമ്പോഴാണ് നമ്മൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ഓരോ നേർച്ച വസ്തുവിനും അതിൻ്റെ തനത് അനുഭവങ്ങളുണ്ട്. എല്ലാത്തിനും ഒരേ അനുഭവമല്ല. ഇപ്പോൾ ഉടമ്പടി തൈലം നമ്മൾ ഉപയോഗിക്കുന്നു. ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നത് എന്തിനാണ്? കോൺസെക്രേറ്റ് ചെയ്യണം. ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠ തൈലം എന്നാണ് വിളിക്കുന്നത് അതിനെ. ഇപ്പോൾ യാക്കോബ് അവൻ കിടന്നിരുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ചപ്പോഴാണ് ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്, മോക്ഷത്തിൻ്റെ കവാടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കല്ലിൽ തൈലം പൂശും, പ്രതിഷ്ഠിക്കും. ആ കല്ല് ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി 28:18. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിച്ചോളൂ. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് പറഞ്ഞേ. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴേ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അപ്പോൾ അത് പ്രതിഷ്ഠിക്കുകയാണ്. എന്നിട്ട് പറയുന്ന വാക്യങ്ങൾ എന്താണ്? അത് കഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു. ഒരു ഉടമ്പടി എടുത്തു. പ്രതിജ്ഞ ചെയ്തെന്ന് വെച്ചാൽ ഒരു ഉടമ്പടി എടുത്തു. ഉടമ്പടിയും തൈലവും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. പിന്നെ വായിച്ചോളൂ. ദൈവമായ കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരുകയും എന്റെ പിതാവിന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എന്റെ ദൈവം. അപ്പോൾ ഇതെല്ലാം ഉടമ്പടി ചെയ്യുമ്പോൾ നിബന്ധനകൾ വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിബന്ധനകൾ? എനിക്ക് ഉണ്ണാൻ തരണം, ഉടുക്കാൻ തരണം, എൻ്റെ വീട്ടിൽ എനിക്ക് തിരിച്ച് സമാധാനത്തോടെ എത്തിച്ചേരണം. അപ്പോഴെന്താണ്? എൻ്റെ യാത്രയെല്ലാം നീ എൻ്റെ കൂടെ സഞ്ചരിക്കണം. ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന സാക്ഷ്യങ്ങളാണ്. ഉണ്ണാൻ കൊടുക്കുന്നവരുടെ സാക്ഷ്യമുണ്ട്, ഉടുക്കാൻ കൊടുക്കുന്നവരുടെ സാക്ഷ്യമുണ്ട്, സമാധാന വീട്ടിൽ എത്തിച്ച് കൊടുക്കുന്നവരുടെ സാക്ഷ്യമുണ്ട്. അതെല്ലാം ഇപ്പം തന്നെ ഈ ദിവസങ്ങളിൽ വന്നൊരു സാക്ഷ്യം ഒരു മേരി ഗ്രേസിൻ്റെ സാക്ഷ്യമാണ്. മേരി ഗ്രേസ് തൈലമൊക്കെ പൂശി ആണ് PSC ടെസ്റ്റിന് പോണത്. അപ്പം ടെസ്റ്റ് സംഭവിച്ച കാര്യങ്ങൾ പറയുകയാണ്. ഇവളുടെ വയസ്സൊക്കെ കൂടി പല PSC പരീക്ഷകളും തോറ്റു. ഇതൊരു ലാസ്റ്റ് ഓപ്ഷനാണ്. ഉണ്ണാനും ഉടുക്കാനും വേണ്ടിയുള്ള പദ്ധതിക്കുള്ള അവസാനത്തെ ഒരു യാത്രയാണ്. ആദ്യം എന്താ ചെയ്യണത്? യാക്കോബ് ചെയ്ത പോലെ തൈലം പൂശും, പ്രതിഷ്ഠിക്കും. നമ്മൾ തൈലം നെറ്റിക്ക് പൂശുന്നത് എന്തിനാണ്? ഞാൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവളാണ്. ക്ലിയർ അല്ലേ? ഞാൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ്. അതാണ് തൈലം പൂശുന്നത്. നമ്മൾ രാവിലെ ഉടമ്പടി തൈലം എടുത്ത് പൂശുമ്പോൾ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ഞാൻ ഉടമ്പടി ചെയ്ത ആളാണ്. രണ്ടാമത്തത്, ഉടമ്പടി വഴി ഞാൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ആളാണ് നമ്മൾ, അല്ലേ? അതാണ് ആദ്യമേ നാം പറയുന്നത്. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങളാണ്. അച്ഛൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം നമുക്ക് വിശ്വാസത്തിൻ്റെ കൈമാറ്റം എന്തൊക്കെയാണ്? നമുക്ക് വിശ്വാസം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വെളിപ്പെടുത്തണത്, എക്സ്പ്ലിസിറ്റ് ആക്കണത്, നമുക്ക് വിശ്വാസം ബാഹ്യമായി പ്രകടിപ്പിക്കുന്നത് 3 തരത്തിലാണ്. എന്താണ്? വിശ്വാസം പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാം.
പിന്നെ എന്ത് ചെയ്യണം? വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. പിന്നെ എന്ത് ചെയ്യാം? വിശ്വാസം നമുക്ക് പ്രയോഗിക്കാം. ഉടമ്പടിക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യത്യസ്തമായ കാലാവസ്ഥകളിലും സാഹചര്യങ്ങളിലും ഈ 3 കാര്യവും ചെയ്യും. നമ്മൾ സാധാരണ ആധ്യാത്മിക വിഷയങ്ങളിൽ ഈ 3 കാര്യവും ആൾക്കാർ ചെയ്യത്തില്ല, പ്രത്യേകിച്ച് പ്രയോഗിക്കത്തില്ല. പ്രയോഗിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ ഒന്നും കുറവാണ് കാര്യങ്ങളുള്ളത്. ഉടമ്പടിയിൽ പ്രയോഗിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉടമ്പടി തൈലം പ്രയോഗിക്കാനുള്ളതാണ്, ഉടമ്പടി ഉപ്പ് പ്രയോഗിക്കാനുള്ളതാണ്, പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വേറെ ആൾക്കാർ വ്യത്യസ്തമായ രീതിയിൽ ഉടമ്പടിക്ക് ആശ്രയം ഒക്കെ. അപ്പോൾ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇംപ്ലിസിറ്റായിട്ട് വരുന്ന ഉള്ളടങ്ങിയിരിക്കുന്നൊരു കാര്യമുണ്ട്. പ്രാർത്ഥനയുണ്ട്, അതിൻ്റെ അകത്ത് പ്രഖ്യാപനമുണ്ട്. പ്രയോഗത്തിൻ്റെ ഒരു ഗുണം അതാണ്. പ്രാർത്ഥനയിൽ ചിലപ്പോൾ പ്രയോഗം ഉണ്ടാകത്തില്ല, പക്ഷെ പ്രയോഗത്തിൽ പ്രാർത്ഥന ഉണ്ടാവും, പ്രഖ്യാപനം ഉണ്ടാവും. അതാണ് നേർച്ച വസ്തുക്കളുടെ പ്രത്യേകത. അതാണ് നേർച്ച വസ്തുക്കൾ. അപ്പോൾ ഈ മോളെന്താ ചെയ്യണത്? ഉടമ്പടി തൈലം എടുത്ത് നെറ്റിക്ക് ചാർത്തിയിട്ടാണ് പ്രതിഷ്ഠിച്ചത്. തന്നെ പ്രതിഷ്ഠിച്ചിട്ടാണ് ഈ PSC ടെസ്റ്റിന് പോകുന്നത്. അവസാന യുദ്ധമാണ്. ഇനി PSC ടെസ്റ്റ് അവർക്ക് എഴുതാൻ പറ്റത്തില്ല, ഏജ് ഓവറായിപ്പോയി. പക്ഷേ സംഭവിക്കുന്നത് അവർക്ക് സങ്കടകരമായ ചില അനുഭവങ്ങളാണ് അവിടെ സംഭവിച്ചത്. എന്താണ്? 15 ക്വസ്റ്റ്യൻ അവൾ കണ്ടില്ല എഴുതി തീർന്നപ്പോഴേ. എന്താപത്താണെന്ന് നോക്കി. ആപത്ത് ഓട്ടോറിക്ഷയെ വിളിച്ച് വരിക. എന്താ പ്രശ്നം വെച്ചാൽ 15 ക്വസ്റ്റ്യൻ കണ്ടില്ല ആൾ. പരീക്ഷ കഴിഞ്ഞ ആൾ പുറത്തിറങ്ങിയപ്പോഴാണ് അയ്യോ എന്ന് പറഞ്ഞ് വെട്ടി പോയി. 15 ക്വസ്റ്റ്യൻ, 2-3 ക്വസ്റ്റ്യൻ അല്ലേ, 15 ക്വസ്റ്റ്യൻ. അപ്പോൾ പിന്നെ എന്താ, തന്നെയല്ലേ ഇതെല്ലാം അറിയാവുന്നതാണ് ആളിനെ. അതോർത്തപ്പോൾ പിന്നെ കണ്ണിൽ നിന്ന് ചോരയാണ് വരണത്. ഇതെല്ലാം അറിയാവുന്ന സംഭവമാണ്, എല്ലാം അറിയാവുന്ന സംഭവമാണ്, കാണാതെ പോയത്. അപ്പോൾ നമ്മൾ ഓർക്കും, ഇത്രയും ഞാൻ ഉടമ്പടിയും എടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ടും അവസാനം ദൈവം എന്നെ ഇത് മറച്ച് കളഞ്ഞല്ല എന്ന് ഓർക്കും. ദൈവത്തിന് അങ്ങനെ ഒരു സംഭവമുണ്ട്, മറച്ച് കളയുന്ന പരിപാടി. പണ്ട് ശൂന്യംകാരി വരുമ്പോൾ ശൂന്യംകാരിയുടെ മകൻ മരിച്ച്. അപ്പോൾ ശൂന്യംകാരി കരഞ്ഞു പിടിച്ച് മലയിറങ്ങി വരുന്നത് ഏലിയ പ്രവാചകൻ അകലെയെന്ന് കണ്ട്, ശൂന്യംകാരി, കർത്താവ് അവളുടെ കാര്യം എന്നിൽ നിന്ന് മറച്ച് കളഞ്ഞല്ലോ എന്ന് നെടുവീർപ്പിട്ട് സങ്കടപ്പെടുകയാണ്. അവളുടെ കാര്യത്തിൽ അവളുടെ കുഞ്ഞ് മരിച്ചു, അതാണ് പ്രശ്നം. കുഞ്ഞ് മരിക്കണ കാര്യം ഈ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടാണ് കുഞ്ഞ് ജനിച്ചത്. പക്ഷെ മരിക്കാൻ പോണ കാര്യം ഏലിയ പ്രവാചകനോട് പറഞ്ഞില്ല, മറച്ചു കളഞ്ഞു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 4:27. 1 രാജാക്കന്മാർ 2:27 വായിച്ചോളൂ. അവൾ മലയിൽ ദൈവപുരുഷന്റെ അടുത്തെത്തി അവന്റെ പാദങ്ങളിൽ പിടിച്ചു. അവളെ തള്ളി മാറ്റുന്നതിന് ഗഹസി മുൻപോട്ട് വന്നു. എന്നാൽ ദൈവപുരുഷൻ പറഞ്ഞു, അവളെ തടയരുത്, അവൾ കഠിന ദുഃഖത്തിലാണ്. കർത്താവ് അത് എന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, എന്നെ അറിയിച്ചിട്ടില്ല. ഈ ദൈവത്തിൻ്റെ സ്നേഹം ചില സമയത്ത് നമ്മളെ മറച്ചും കളയും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ദൈവമേ ഇത് ദൈവത്തിന് അറിയാമായിരുന്നല്ലോ, എന്നിട്ടും പിന്നെ നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത്, എനിക്കൊരു ക്ലൂ തന്നിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വിസക്ക് പൈസ കൊടുക്കത്തില്ലായിരുന്നു, ഇപ്പം 4 ലക്ഷം പോയില്ലേ, നീ അതിൽ നിന്നത് മറച്ച് കളഞ്ഞില്ലേ എന്ന് ചോദിക്കാം. നമുക്ക് ദൈവത്തോട് എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താ കാര്യം ചെയ്യുന്നത്? ദൈവത്തിനോട് സ്നേഹമുള്ളവരെ, ദൈവം ഇതിൻ്റെ അകത്ത് കക്ഷിയാണെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം വന്നാൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ചില പരിപാടിയൊക്കെ ചെയ്യണത് ദൈവമായിട്ട് ബന്ധമില്ലല്ലോ. അത് നിങ്ങൾ ആരെങ്കിലും കൂട്ടുകാർ വന്ന് പറഞ്ഞ് ഞാൻ പോകുന്നുണ്ട് നീയും പോര്, നല്ല ഏജൻ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവളെ സൂചിപ്പിക്കാൻ വേണ്ടി കാശ് കൊണ്ടേ കൊടുക്കണതാണ്. അതിന് ദൈവം കക്ഷിയല്ല അതിൻ്റെ അകത്ത്. പക്ഷേ നിങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷയത്തിൽ കക്ഷിയാകുകയാണ്.
നിങ്ങളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. ബയലാറ്ററലായിട്ടുള്ള എഗ്രിമെൻ്റാണിത്. അങ്ങനെ ഉടമ്പെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ദൈവനിരീക്ഷണത്തിലാണ്. അതിലെന്തെങ്കിലും ഒരു അബദ്ധം വന്ന് ലാഗ് ചെയ്യണമെങ്കിൽ എൻ്റെ മക്കളെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കഴുത്തേക്ക് കയറരുത്. മണ്ടത്തരമാണത്. എന്താ വെച്ചാൽ കാര്യം, കർത്താവിന് അതിനേക്കാൾ ബെറ്റർ സെലക്ഷൻ ഉണ്ടെന്ന് അർത്ഥം. അമ്മയുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, കുരിശ് പെരുകുമ്പോൾ അമ്മ മിണ്ടത്തില്ല. എൻ്റെ മക്കളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങൾ എപ്പോഴും ക്യാഷ് ആൻഡ് കൈൻഡ് ഫിസിക്കൽ ഫേവേഴ്സ് മാത്രമാണ് ദൈവത്തിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സമീപിക്കരുത്. ഇറ്റ് ഇസ് നോട്ട് സെൻസ്. ദൈവത്തിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? ദ പവർ ഓഫ് ദി ഓൾമൈറ്റി. ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭിച്ചാൽ ജീവിതത്തിൻ്റെ എന്ത് കാര്യത്തിന് വേണ്ടി വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റും. അതിന് കൃപ എന്താണെന്നാണ് വിളിക്കുന്നത്. ഫിസിക്കൽ ഫേവേഴ്സിനെ നമ്മൾ അനുഗ്രഹങ്ങളെന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും ദൈവത്തോട് തട്ടുപിടുത്തത്തിന് പോണത് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അനുഗ്രഹങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഒരു വിലയുമില്ല. അത് ദൈവം ആർക്ക് വേണമെങ്കിലും കൊടുക്കും. നിരീശ്വരവാദിക്ക് വേണമെങ്കിലും അനുഗ്രഹം കൊടുക്കും. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് ഉള്ളതാണെന്ന്. ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് അല്ലേ, ജനിതക ആനുകൂല്യം എന്ന് പറയും. എന്താണത്? ജനിപ്പിച്ചപ്പോൾ തന്നെ ദൈവം കൊടുത്തതാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, സന്താന പുഷ്ടിയുള്ളവരായി പെരുകി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി 17:2. ഉൽപ്പത്തി 17:2. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. അത് ഉടമ്പടിയാണ് കേട്ടാ. ദൈവമായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ഉടമ്പടിയാണ്. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. അതായത് ദൈവത്തെ ജനിതകമെന്ന് പറയുന്നത് ജനിച്ചിപ്പിച്ചപ്പോൾ കൊടുത്തതാണ്. അത് 17:2 അല്ലത്. അത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കുവിൻ. ശ്രുതിക്കട്ടെ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 1:28. ഉൽപ്പത്തി 1:28. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. ദാറ്റ് ഈസ് ബ്ലെസ്സിംഗ്, ഫിസിക്കൽ ഫേവേഴ്സ്. ദൈവം പറഞ്ഞ ദൈവം ഇങ്ങനെ അവരെ അനുഗ്രഹിച്ചു. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. പറഞ്ഞ് സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. അപ്പോൾ ഇതാണ് വിഷയം. 2 കാര്യങ്ങൾക്കാണ് മനുഷ്യന് അനുഗ്രഹങ്ങൾ. ഒന്ന് ഫിസിക്കൽ ഫേവേഴ്സ്, അത് തീർച്ചയായിട്ടും ബോഡി പവറാണ്. സന്താന പുഷ്ടിയൊക്കെ ഉണ്ടാകുന്നതെല്ലാം മസിൽ പവറാണ്. പിന്നെ എന്താണ്? പിന്നെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഭൂമിയെ കീഴടക്കുവിൻ. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന് ഉണ്ടാകുന്ന എല്ലാ വെല്ലുവിളികളെയും നമുക്ക് അതിജീവിക്കാനുള്ളതാണ്. ശാസ്ത്രമൊക്കെ അങ്ങനെ വരണത്. ശാസ്ത്രമൊക്കെ വരുന്നത് അങ്ങനെയാണ്. ഭൂമിയെ മനുഷ്യൻ കീഴടക്കുകയാണ്. ഭൂമിയിലെ രോഗാണുക്കളെ, വൈദ്യശാസ്ത്രം ചെയ്യണത് എന്താണ്? ഭൂമിയിലെ രോഗാണുക്കളെ കീഴടക്കുന്നു. അതുപോലെ ഓരോ സംഭവങ്ങളും മനുഷ്യൻ്റെ ജീവിതം, ആയാസപൂർണമായ ജീവിതം അനായാസമാക്കി തീർക്കുന്ന എല്ലാ മെക്കാനിസംസും സയൻസാണ്. അതെല്ലാം ഭൂമിയെ കീഴടക്കലാണ്. നമ്മളൊരു ഉപഗ്രഹം വിടണത് എന്തിനാണ്? അത് ശാസ്ത്രമാണ്. ഇപ്പോൾ ചന്ദ്രനിൽ ഇറങ്ങാൻ പോകുന്ന സമയമാണ്. ഒരു ഈ ദിവസങ്ങളിലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊരു ഭൂമിയെ കീഴടക്കലാണ്. നമ്മളിങ്ങനെ ഉപഗ്രഹങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ ചന്ദ്രയാനൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് ശാസ്ത്രജ്ഞാനം വർദ്ധിക്കുകയാണ്, സാങ്കേതിക ജ്ഞാനം വർദ്ധിക്കുകയാണ്. അപ്പോൾ അത് വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഉപഗ്രഹങ്ങൾ തന്നെ വിടുന്ന നമുക്ക് കാലാവസ്ഥയെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ടെങ്കിൽ അത് മനുഷ്യനെ വൈപ്പ് ഔട്ട് ചെയ്ത് കടലിൽ കൊണ്ട് മുക്കിക്കൊന്ന് കളയുന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം മുമ്പ് തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്യും. കത്രീന കൊടുങ്കാറ്റ് വരുന്നുണ്ട്, അത് കേരളത്തിൻ്റെ തീരം തൊടാൻ സാധ്യത. ഉടനെ അത് ഉപഗ്രഹമാണ് പറഞ്ഞു തരണത്. അപ്പോൾ നമ്മൾ ഭൂമിയെ കീഴടക്കുകയാണ്. ശാസ്ത്രം എന്തിനാണ്? അപ്പം ശാസ്ത്രത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുത്തതാണ്. സയൻസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മനുഷ്യനും ബുദ്ധി കൊടുത്തപ്പോഴേ ഇവിടെ ജീവിച്ച്
ഇത് ഭൂമിയിലുണ്ടാകുന്ന ജീവൻ നിലനിർത്തുന്നതിനെതിരെ നിൽക്കുന്ന എല്ലാ ശക്തികളെയും നമുക്ക് കീഴടക്കാൻ ദൈവം ആദ്യമേ തന്നെ നമുക്ക് ആശീർവാദം തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എന്നാണ് പറയണത്. അതിനിപ്പോൾ ക്രിസ്ത്യാനി ആകണമെന്ന വിശ്വാസിയാകണമെന്ന ഒരു നിർബന്ധവും ഇല്ല. ആർക്ക് വേണമെങ്കിലും, ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഈ ഫിസിക്കൽ ബ്ലെസ്സിങ്സ് കിട്ടും. ഇപ്പം എല്ലാവർക്കും വിശ്വാസമില്ലാത്ത എന്തുമാത്രം മനുഷ്യരാണ് ഉള്ളത് ഇല്ലേ? അവർക്ക് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ഇല്ലേ? അവർക്ക് എന്തുമാത്രം അനുഗ്രഹമുണ്ട്. അത് ദൈവം ആദ്യമേ കൊടുത്തിരിക്കുന്നതാണ്. അവരംഗീകരിക്കുന്നില്ല എന്നുള്ളത് അതവരുടെ മാനസിക പരിമിതികളാണ്. അതിന് ദൈവത്തിനൊന്നും ചെയ്യാനില്ല. പക്ഷേ ദൈവം ഇതെല്ലാം കണ്ട് പരിപാലനയുടെ ഭാഗമായി നേരിട്ട് കൊടുക്കുന്നതാണ്. ഇതെല്ലാം സന്താനപുഷ്ടിയുടെ പെരുകണം, പിന്നെ എന്താ ഭൂമിയെ കീഴടക്കണം. ഇതാണ് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. ഇതിന് പ്രാർത്ഥിക്കേണ്ട പോലും കാര്യമില്ല. എന്തിനാണ് പ്രാർത്ഥിക്കണത്? പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇതൊക്കെ കിട്ടാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മളെ ആരാണ് ഈ പ്രാർത്ഥിക്കണത്? ഇതിനകത്ത് തന്നെ മെറിറ്റ് ഒരു വിഷയം കോമ്പറ്റീഷൻ സബ്ജക്റ്റ് ആയി കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പഠിക്കണം. ദാറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് അതിനുള്ള ഭൂമിയെ കീഴടക്കാൻ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പ്രോബ്ലം വന്നിരിക്കണത്? എന്താ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കണം നിങ്ങൾക്ക്, അതിൻ്റെ സീറ്റ് കുറവാണ്. കാര്യം പുതിയ സബ്ജക്റ്റ് ആയത് കാരണം, എല്ലായിടത്തും അതിന് പറ്റിയ ലാബോറട്ടറീസ് കുറവായ കാരണം നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ ചിലയിടത്തൊക്കെ സീറ്റ് കുറവാണ്. പക്ഷേ എല്ലാവരും ഇപ്പോൾ പണ്ട് ബികോമിന് ഇടിച്ച് കയറിയ ആൾക്കാരെല്ലാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ഇടിച്ച് കയറുകയാണ്. എന്താ? പക്ഷേ സീറ്റില്ല അവിടെ കോമ്പറ്റീഷൻ വരുന്നു. കോമ്പറ്റീഷൻ വരുമ്പോൾ എന്താ പ്രശ്നം? മെറിറ്റ് കുറവുള്ള ആൾക്കാരുണ്ടാവും. ബൈബിൾ ഇതിനെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വെച്ചിരിക്കുന്നത്. പിടിക്കുക ബ്ലെസ്സിങ്. അതായത് ഒരു വിഷയം നമ്മൾക്ക് ബ്ലെസ്സിങ്സിൻ്റെ ആ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ചിലപ്പോൾ തെന്നി മാറും. കാര്യം എന്താണ്? ആൾക്കാരുടെ എണ്ണം കൂടും, മെറിറ്റുള്ള ആൾക്കാരുടെ എണ്ണം കൂടും, റാങ്ക് ലിസ്റ്റുള്ള ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ പക്ഷേ സീറ്റ് കുറവാകും. അപ്പോൾ എന്ത് പറ്റും? മെറിറ്റില്ലാത്ത ഈ മെറിറ്റെന്ന് പറയണ മെറിറ്റുണ്ടെങ്കിലും സീറ്റില്ലാത്ത കാരണം മെറിറ്റില്ലാത്ത പോലെയാകും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നോട്ട് ബൈ മെറിറ്റാകും. അപ്പോൾ അതിന് ദൈവം വെച്ചിരിക്കുന്ന ഓപ്ഷനാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ മെറിറ്റ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടാണെന്ന്. ഹാർക്ക എന്ന് പറഞ്ഞ ഡൽഹി സെറ്റിലായിട്ടുള്ള ഒരു മലയാളി ഒരു സാക്ഷ്യം പറഞ്ഞ്. ഹാർക്ക, അവിടെ അമ്മയുടെ പേര് സോഫിയെന്ന്. അവിടെ പ്രശ്നം വെച്ചാൽ അവർക്ക് UN സ്റ്റാഫിൽ മത്സരിക്കണവരെ UN സ്റ്റാഫായിട്ട് പരീക്ഷ എഴുതുകയാണ്. അപ്പോൾ UN സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് അത് സെലക്ഷൻ കിട്ടിയ അതിൻ്റെ ടൈം 6 മാസമാണ്. പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം വേണം അത്. പക്ഷേ US സ്റ്റാഫ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം എല്ലാ രാജ്യങ്ങളിലുമുള്ള ആൾക്കാരാണ് UN സ്റ്റാഫിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത് എക്സാം ഫേസ് ചെയ്യണത്. അപ്പോൾ അവിടെ എന്നാ ചെയ്യണത്? അവളുടെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാണ് അവിടെ ഗ്രേസ് എന്ന് പറയുന്നത്. ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ ഉറപ്പായിട്ട് പറയും നിനക്കത് കിട്ടും. അപ്പോൾ എന്താണ് ഇവൾ അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് ഇവൾക്ക് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് ഇവൾ അമ്മയോട് പറയും ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അമ്മ അത് എന്നോട് ചോദിക്കരുത്, എന്താണ് കാര്യമെന്ന് ചോദിക്കരുത്. കാര്യം എന്താണെന്ന് തോക്കുമെന്നറിയാം. ഇവൾക്ക് ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനുള്ള കുഴപ്പം, താൻ തോറ്റുവെന്ന് മറ്റുള്ളവർ അറിയണത് ഭയങ്കര ഷെയിമാണ്. അതാണ് അമ്മയോട് നേരത്തെ ജാമ്യം എടുക്കുവോള്. അമ്മ എന്താ അമ്മയോട് പറഞ്ഞത്? ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ അമ്മ ഞാൻ എന്താണ് ചെയ്തിരിക്കണമെന്ന് എന്നോട് ചോദിക്കരുത്. ഇവൾ UN ടെസ്റ്റ് എഴുതിയിരിക്കണതാണ് സംഭവം. ഇവളെങ്ങനെ തോക്കുമെന്നൊക്കെ ഉറപ്പാണ്. തോറ്റുപോയാൽ താൻ തോറ്റതാണെന്ന് അമ്മ പോലും അറിയരുത്. അപ്പം ചിലർക്കൊക്കെ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ട്. ഇത് മോശമായൊരു മാനസികാവസ്ഥയാണ്. മനസ്സിലായില്ലേ? ഞാൻ തോറ്റതാണെന്ന് അമ്മ പോലും അറിയരുതെന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയില്ലേ? ഇറ്റ് ഈസ് എഗൻസ്റ്റ് സ്പിരിച്വാലിറ്റി. നമ്മുടെ ആധ്യാത്മികതയെതിരാണ്. ഞാൻ ഇപ്പോൾ നമുക്ക് പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളില്ലേ, പഠിക്കാൻ വരുന്ന, അതായത് പരീക്ഷയ്ക്ക് എഴുതാൻ വരുന്ന പ്രൊഫഷണൽസിൻ്റെ ശിരസ്സിൽ ഞാൻ തൈലം പൂശും, നെറ്റിയിലും പൂശും.
എന്തിനങ്ങനെ പുഷ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഞാൻ അവർക്ക് ഒരു ഉപദേശം കൊടുക്കും. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവരുത്. ശരിക്കും എന്താ കാര്യം, കോൺഫിഡൻസ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ദൈവാശ്രയമാണ് വേണ്ടത്. കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു കുഴപ്പമുണ്ട്. എന്ന് പറഞ്ഞ് നിങ്ങൾ കോൺഫിഡൻസ് കളയണമെന്നല്ല ഞാൻ പറയണത്. സ്പിരിച്വലി സ്പീക്കിംഗ് കോൺഫിഡൻസിന് വലിയ സ്കോറിങ് ഇല്ല. കോൺഫിഡൻസിന് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും നല്ലവണ്ണം നടത്തിയിട്ടുള്ള അഭിഷേക കൺവെൻഷനൊക്കെ ഞാൻ വഴിനീളെ ഛർദ്ദിച്ച് അവശനായി എന്നെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയൊക്കെ അവിടെ കൊണ്ട് ഗ്രൗണ്ടിൽ ഇറക്കിയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പോൾ എനിക്കറിയാം എൻ്റെ തലയിലൊന്നുമില്ല, ഞാൻ പഠിച്ചതൊക്കെ മറന്നുപോയി, എനിക്ക് കോൺഫിഡൻസ് ഇല്ല. പക്ഷേ ഞാനൊരു നടത്തിയിട്ടുള്ള ഇപ്പോഴല്ലേ ഞാൻ പുറത്ത് പോകാത്തത്. പണ്ട് എപ്പോഴും കൺവെൻഷൻ നടത്താൻ വേണ്ടി ഓരോ സ്ഥലത്ത് പോകും. പക്ഷേ പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എനിക്ക് ഇടവക അല്ലെങ്കിൽ ഞാനൊരു റിലീജിയസ് അല്ലല്ലോ, ഇടവക വികാരിയല്ലേ. അപ്പോൾ ഇടവക വികാരി ആകുമ്പോൾ മിക്കവാറും മരിപ്പ്, കല്യാണം, ആ സമയത്ത് ഇറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ ലാസ്റ്റ് സാക്രാമെൻ്റെന്നും പറഞ്ഞ ആൾക്കാർ വരുന്നത്. കടലോരത്താണ് ഇരിക്കണമെങ്കിൽ വള്ളം പുഞ്ചിരിക്കാൻ വരും. ഭയങ്കര തലവേദന പിടിച്ച പരിപാടിയായിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് ടെൻഷനായിരിക്കും എപ്പോഴും. നമ്മളിപ്പോൾ 6 മണിക്ക് കൺവെൻഷനിൽ കയറണം. അപ്പം നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 3 മണിയാകും. വേറെ വല്ല ജില്ലയിൽ എറണാകുളത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പന അസുഖമായിട്ട് കിടക്കണം, ഒന്നുകൂടി കത്ത കൊടുക്കണമെന്ന് പറയും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അതും വെച്ചാൽ അവൻ്റെ പുറകെ പോകും. അത് ചെയ്തിട്ടും വന്നിട്ടാണ് പിന്നെ പോകുമ്പോൾ സമയം തെറ്റിപ്പോവും. പിന്നെ ഇവിടുന്ന് അവിടം വരെ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ടെൻഷനാണേ, എന്ത് പറയണമെന്ന് അറിയത്തില്ല, ടെൻഷനാണ്. അതുകൊണ്ട് ജവമാല ചൊല്ലും. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോയി. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയണതേ. ഓരോ കാര്യങ്ങൾ, പല കാര്യങ്ങൾക്കും കോൺഫിഡൻസ് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവം ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി, അവനെ സഹായിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ പലപ്പോഴും ചെയ്യണത് കോൺഫിഡൻസ് കളയുകയേ ചെയ്യത്തുള്ളൂ. കോൺഫിഡൻസ് എന്ന പ്രശ്നത്തിൽ അതൊരു വാതിലാണ്. ശരിക്കും അതൊരു അടഞ്ഞ വാതിലാണ്. ദൈവത്തെ സംബന്ധിച്ച് ഇത് എവർ ഓപ്പണായിരിക്കണം. ഇപ്പോൾ ഇവളുടെ പ്രശ്നം എന്താണ്, അവളുടെ കോൺഫിഡൻസ് പോയി. ആരുടെ? ഈ തുമ്പൊളിക്കാരത്തിയുടെ മേരി ഗ്രേസിൻ്റെ. അവൾക്ക് എന്താ കോൺഫിഡൻസ് കളഞ്ഞത്? ആ 15 ക്വസ്റ്റ്യൻ അവൾക്കറിയാവുന്നതായിരുന്നു. ആ 15 ക്വസ്റ്റ്യൻ വിട്ടുപോയി, കണ്ടില്ല. ദൈവകൃപ എപ്പോഴും നമ്മളെ തിരക്കി വരുമ്പോൾ ആ സമയത്ത് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തവരായിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. നിങ്ങൾക്ക് ദൈവത്തെ പഠിക്കണം നമ്മൾ ശരിക്കും. അല്ലാതെ ഓരോരോ കാര്യത്തിന് ഇങ്ങനെ ദൈവത്തിൻ്റെ കഴുത്തേ കയറി മോന്തം കയറ്റി ഫൈറ്റ് ചെയ്ത് നടക്കരുത്. എന്താ കർശനത്തിൽ അമ്മയെ കണ്ടാണ് പഠിക്കേണ്ടത്. നിങ്ങൾ ദൈവത്തെ പഠിക്കണമെങ്കിൽ ആദ്യം മറിയത്തെ പഠിക്കണം. മറിയം ഈ കാലാവസ്ഥയെല്ലാം കണ്ട ആളാണ്. മറിയം വളർന്നു വന്ന സാഹചര്യങ്ങളിൽ അമ്മയുടെ വാക്കുകൾ, അമ്മയുടെ സുവിശേഷത്തിൽ എന്നെ ഏറ്റവും എപ്പോഴും ആകർഷിക്കുന്നത് അമ്മ മിണ്ടിയില്ലെന്നാണ്. പക്ഷേ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് വേറെ എല്ലാ വിശുദ്ധന്മാരെക്കാളും അമ്മയെ ഉയർത്തി നിർത്തുന്നത് ഈ മൗനമാണ്. അത് അമ്മ എപ്പോഴൊക്കെ മൗനം എടുത്തണം നിങ്ങൾക്കറിയാമോ? മൗനം എടുക്കുന്നത് മുഴുവനും ഭയങ്കരമായ ചങ്കതകരുന്ന അവസ്ഥയിലാണ് മൗനം എടുക്കുന്നത്. നമുക്ക് ദൈവത്തോടൊരു യുദ്ധത്തിന് തയ്യാറാകുന്ന അവസ്ഥയിൽ ദൈവം നമ്മുടെ അസ്ഥിക്ക് മേൽ നിരക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അമ്മ മൗനം പാലിക്കണത്. ഒരിക്കലും അമ്മ മൗനം പാലിച്ചത് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ പെറ്റതറിയാൻ വരുമ്പോഴാണ്. ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരില്ല, ആരുമില്ല. അപ്പോഴുണ്ട് പ്രാകൃതം പിടിച്ച കുറേ മനുഷ്യർ പാതിരാത്രി കയറി വരും, ഇടയന്മാർ. അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ അമ്മ മൗനം പാലിക്കും. ഒരു കാര്യമില്ലഞ്ഞ് 72-80 മണിക്കൂർ മുമ്പ് മര്യാദക്ക് വീട്ടിൽ പ്രസവിക്കാനുള്ള എല്ലാ കാര്യവും സെറ്റ് ചെയ്തുകൊണ്ട് അന്നാമ്മ സെറ്റ് ചെയ്ത കാര്യമാണിത്. അവിടുന്ന് പിടിച്ചിറക്കി കൊണ്ടുപോരുകയാണ്. ഒരു കാര്യമില്ലാതെ പിടിച്ചിറക്കി കൊണ്ടുപോരുകയാണ്. എന്നിട്ടാണ് ഈ ചാണാക്കുഴി കൊടുന്ന് പെറ്റ് കിടത്തണത്. അപ്പോൾ ഈ ഇത്രയും സങ്കടകരമായൊരവസ്ഥയിൽ ദൈവം ചെയ്യണത് എല്ലാം നെഗറ്റീവാണ് ചെയ്യണത് മുഴുവനും. ആ ഈ നെഗറ്റീവ് ചെയ്യുമ്പോഴും അതിൻ്റെ അകത്തുള്ള പോസിറ്റീവ്, അതിൻ്റെ അകത്തിരിക്കുന്ന പോസിറ്റീവ് അറിയണമെങ്കിൽ നല്ല സ്പിരിച്വാലിറ്റി വേണം. ദൈവം ചെയ്യണ നെഗറ്റീവാണ് ചെയ്യണത്, പക്ഷെ അമ്മയ്ക്ക് ഫീൽ ചെയ്യണ പോസിറ്റീവായിട്ടാണ്. ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയണത്, മെയിൻ സ്പിരിച്വാലിറ്റി. ദൈവം നമ്മോട് നെഗറ്റീവ് ചെയ്യും, നമുക്കത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അമ്മ റിയാക്ട് ചെയ്യാത്തത്. പ്രാർത്ഥിക്കുക,
അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അമ്മയെ പോലെ എന്റെ ജീവിതത്തിലെ നെഗറ്റീവ് സംഭവിക്കുമ്പോഴേ പോസിറ്റീവ് അനുഭവിച്ചതുപോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ എനിക്ക് ആത്മാഭിഷേകം നൽകണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, അമ്മയിൽ വസിച്ചു വളർന്ന മറിയത്തിന്റെ ആത്മാവേ, എന്നിൽ വസിച്ച് സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ക്ലേശ സമയങ്ങളിൽ പരിശുദ്ധ അമ്മയെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അപ്പോൾ ഈ മേരി ഗ്രേസിൻ്റെ വിഷയം എന്താ? മേരി ഗ്രേസ് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് അറിയണത് 15 ക്വസ്റ്റ്യൻ കണ്ടില്ല. ധൃതിക്ക്, വെബ്രാളത്തിൽ, വ്യഗ്രതയിൽ കാണാതെ പോയി. പക്ഷെ സങ്കടം എന്താ? ആ ക്വസ്റ്റ്യൻ എല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യനാണ്, അതാണ് പോയത്. അപ്പോൾ ജീവിതം തീർന്ന് ഇതെല്ലാം അതെ ഒന്ന് കറുപ്പിക്കാൻ സമയം കിട്ടിയാൽ മതി. ഇതെല്ലാം ഡാർക്കൻ ചെയ്യുന്ന പരീക്ഷയാണ്. ഒന്ന് കറുപ്പിച്ചാൽ മതി. അറിയാവുന്നതാണ്, കറുപ്പിക്കാൻ ഒത്തില്ല. പക്ഷേ ഇവളുണ്ടല്ലോ, ഷീസ് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെയൊക്കെ ഒന്ന് തോന്നിവാസം പറയാഞ്ഞത്. ചില വിഡ്ഢികൾ ഇങ്ങനെയുള്ള അവസ്ഥ വന്നാൽ ആദ്യം ദൈവത്തിൻ്റെ കഴുത്തേക്ക് ദൈവത്തിനെ പ്രതിയാക്കും. ദൈവം എൻ്റെ ആയിരുന്നു അവിടെ, എന്നൊന്ന് ഓർപ്പിച്ച് തന്നാൽ മതിയാതില്ല, എന്നൊന്ന് കാണിച്ചു തന്നാൽ മതിയായില്ല. പക്ഷെ മറിയം മിണ്ടത്തില്ല, നെഗറ്റീവ് സംഭവിച്ചാൽ മിണ്ടത്തില്ല. മേരി ഗ്രേസ് മിണ്ടിയില്ല കേട്ടോ. അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നോ അറിയാതെ മിണ്ടായിരുന്നോ നമുക്കറിയത്തില്ല. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ, രാത്രി ആയപ്പോൾ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് ഗവൺമെൻറ് പി എസ് സിയുടെ ആൻസർ കീ പബ്ലിഷ് ചെയ്ത്. ആൻസർ കീ പബ്ലിഷ് ചെയ്തപ്പോൾ എന്താ സംഭവം? ഇവൾ ഞെട്ടിപ്പോയി. കാര്യം ഇവൾക്ക് അറിയാമായിരുന്ന ചോദ്യങ്ങളല്ല ഇവൾ എഴുതി, ആ ചോദ്യങ്ങൾക്ക് ഇവൾ ഉദ്ദേശിച്ചിരുന്ന ആൻസറല്ല വന്നിരിക്കുന്നത്. അതാണ് പ്രശ്നം. അവൾ മനസ്സിൽ കണ്ട ആൻസറല്ല ആൻസർ കീയിലുള്ളത്. എങ്ങനെ ഇവൾ മനസ്സിൽ കണ്ടത് ഈ ചോദ്യങ്ങൾ മാതാവ് ഇവളെ കാണിക്കാതെ മറച്ചത് കൊണ്ടാണ് പ്രശ്നമായി. അപ്പം മാതാവ് ഈ ചോദ്യങ്ങൾ ഇവൾ എഴുതി തെറ്റിക്കൊന്ന് മനസ്സിലാക്കിയിട്ട് ഇവളെ കാണിക്കാതെ അമ്മ അത് മറച്ചു കളഞ്ഞ്. ഇവളെങ്ങാനും അത് അറ്റൻഡ് ചെയ്തെങ്കിൽ എല്ലാം നെഗറ്റീവായി പോയണം. എന്താ കാര്യം? ഇവൾ ഉദ്ദേശിക്കണ മറുപടിയല്ല അതിന് കൊടുക്കേണ്ടത്. ആൻസർ കീയിൽ വേറെ ഉത്തരങ്ങളാണ്. അപ്പോൾ ഇവളെങ്ങാനും അത് കറുപ്പിച്ചെങ്കിൽ നെഗറ്റീവ് മാർക്ക് അടിക്കും. ഉള്ള മാർക്ക് കൂടി പോയണം. അവൾ അമ്മയോട് ഇത്ര ചോദിച്ചുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉടമ്പടി തൈലം എടുത്ത് നെറ്റി ചേർക്കുമ്പോൾ പറയുമ്പോൾ 100 പേരിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടത്തില്ല, എൻ്റെ അവസാനത്തെ ജോലിയാണ്. 100 പേരാണ് വിളിച്ചിരിക്കണത്, 100 പേർക്കാണ് ഉദ്യോഗം ഉള്ളത്. എഴുതണ ചിലപ്പോൾ 7000 പേരെ വല്ലതായിരിക്കും. ഈ 100 പേരുടെ ഉള്ളിൽ എൻ്റെ പേര് വന്നില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടത്തില്ല. അമ്മയുടെ കയ്യിലാണ് അതെന്നും പറഞ്ഞാണ് ഇവിടെ ഇറങ്ങണത്. ഈ 100 പേരുടെ ഉള്ളിൽ ഇത് വരാൻ വേണ്ടിയാണ് ഈ ആൻസർ ഇവിടെ ക്വസ്റ്റ്യൻ കാണിക്കാതിരുന്നത്. ഇപ്പം എത്ര പേരിൽ അവർക്ക് ആൻസർ വന്നപ്പോൾ എത്ര വന്നിരിക്കുന്നത്? 43 നമ്പറായിട്ട് വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ശക്തിക്ക് മുമ്പിൽ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
അതായത് തിടുക്കത്തിൽ ഒരിക്കലും ദൈവമായിട്ട് ഒരു നീരസം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. വളരെ കരുതലോടെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. തിടുക്കത്തിൽ ദൈവമായിട്ട് ഒരു നീരസം ഉണ്ടാക്കുക. ശരിയും അതങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ഒക്കത്തില്ലത്, നിങ്ങൾ ബ്രാൻഡഡ് ആവും. ഇത് തന്നെയാണ് എല്ലായിടത്തും വരണത്. കാര്യം ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട്, യൂത്തിനോട് എപ്പോഴും പറയും, മക്കളെ പയറ്റി ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ബിസിനസ് എന്ന് പറയും. അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാൻ പറയണത്. ഞാൻ പറഞ്ഞ മക്കളെ, ഭക്തിയും ഒരു ബുദ്ധിപരമായ പ്രക്രിയയാണ്, ഇമോഷണലായിട്ടല്ല. നമുക്ക് ഭക്തിയെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്നത് ഇമോഷണലായിട്ടുള്ള വിഷയം, വൈകാരികമായ എന്തോ പ്രകടനങ്ങളാണ് ഭക്തിയായിട്ട് വരും. ഭക്തി പ്രകടനമെന്നല്ലേ പറയണത്. ഭക്തി പക്ഷേ വൈകാരികമായ പ്രകടനമല്ല, അതൊരു ട്രാൻസാക്ഷനാണ്, ഇൻ്റലിജൻറ്റ് ട്രാൻസാക്ഷനാണ്, ബുദ്ധിപരമായ ഒരു ഇടപെടലാണ്, ബുദ്ധിപരമായിട്ടുള്ള. സ്കാർഡാകാതിരിക്കാൻ വേണ്ടി നോക്കണം. സ്കാർഡാകാതിരിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗർഭിണികളുടെയൊക്കെ ശരീരത്തിൽ ബോഡി ലൂസാകത്തില്ലേ, അപ്പോൾ പിള്ളേരൊക്കെ തൊടുമ്പോൾ അവർ തൊടിയിക്കത്തില്ല ശരീരത്തിൽ, അത് പാട് വീഴോടാ അല്ലേ, നമ്മൾ ഇളമക്കൊണ്ട് നിൽക്കണം എന്നൊക്കെ പറയത്തില്ലേ, ബോഡി ലൂസ്ഡാകണം. അവിടെ ആരെങ്കിലും അത് കുഞ്ഞു പിള്ളേരെ വല്ലതും മാന്തിക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ കൂടെയുള്ള മൂത്ത കുട്ടികളൊക്കെ അമ്മയൊക്കെ പിടിച്ച് വലിക്കൊക്കെ ചെയ്യുമ്പോഴേ പാട് വീണാൽ പിന്നെ പോകത്തില്ലത്. ഇതെന്നാ പറഞ്ഞ പോലെയാണ് ദൈവമായിട്ടുള്ള ഏർപ്പാട്. ദൈവത്തിൻ്റെ നമ്മുടെ ആത്മാവിൽ പാട് വീഴാതിരിക്കാൻ നോക്കണം. എന്നുവെച്ചാൽ മറിയത്തെ പോലെ ആകണമെന്ന് അർത്ഥം. വൈ ഐ ആം പ്രൊമോട്ടിങ് മേരി. ഞാനൊരു നിത്യസായ മാതാവിനല്ല നിങ്ങളുടെ അടുത്ത് പ്രൊമോട്ട് ചെയ്യണത്. ഞാൻ പ്രൊമോട്ട് ചെയ്യണത് കൃപാവര മധ്യസ്ഥയാണ് പ്രൊമോട്ട് ചെയ്യണത്. കൃപാസന മാതാവ് എന്ന് പറയുന്നത് ആരാ? കൃപാവര മധ്യസ്ഥയാണ്, മദർ ഓഫ് ഗ്രേസാണ്. വിമലാംബികയായാലും ശരി, കൃപാസനം മാതാവായാലും ശരി, അവിടെ നമ്മളുടെ കവാടത്തിലിരിക്കുന്ന മജ്ഗോറ അമ്മയായാലും ശരി, മദർ ഓഫ് ഗ്രേസാണ് കൃപാസനം മാതാവ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പ്രൊമോട്ട് ചെയ്യണത് മദർ ഓഫ് ഗ്രേസാണ്, കൃപാവര മധ്യസ്ഥയാണ്. നമുക്കറിയാമല്ലോ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. യോഹന്നാൻ 1:16. യോഹന്നാൻ 1:16. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ആധ്യാത്മിക പൂർണ്ണതയിലേക്ക് പോകലേ, ആധ്യാത്മിക പൂർണ്ണതയിലേക്ക് നമ്മൾ എന്നും കൊന്നും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. നമ്മൾ വളരുമ്പോൾ ആധ്യാത്മിക പൂർണ്ണതയിലേക്കാണ് പോണത്. ലെസ് കംപ്ലൈൻസ് എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അപ്പോൾ നിങ്ങൾ വളർച്ചയുടെ പാതയിലാണ്. ലെസ് കംപ്ലൈൻസ് എന്നുവെച്ചാൽ പരാതികൾ കുറഞ്ഞു വരിക, പരിഭവങ്ങൾ കുറഞ്ഞു വരിക, ജീവിതത്തിൽ നിരാശകൾ കുറഞ്ഞു വരിക. ലെസ് കംപ്ലൈൻസ് ആകുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണതയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും, അല്ലേ? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 4:13. യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. എന്താ പ്രോബ്ലം വെച്ചാൽ നമ്മളിങ്ങനെ ആത്മാവിൽ നിറയുന്നതനുസരിച്ച് കൊണ്ട് പരാതികൾ, പരിഭവങ്ങൾ, നിരാശകൾ കുറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ നിരാശ കുറയാനും പരാതികൾ കുറയാനും ദൈവമായിട്ട് യുദ്ധം ചെയ്യാനും മോന്തം കയറ്റി നടക്കാതിരിക്കാനൊക്കെ നല്ലത് പരിശുദ്ധാത്മാവിൽ നിറയുക തന്നെയാണ്.
ഒരിക്കലും നിങ്ങൾ പരാതി ഒരിക്കലും ദൈവത്തെ പറയരുത്. കാര്യം അപ്പോൾ തന്നെ ബ്രാൻഡഡ് ആകും. കാര്യം പരാതി എന്ന് പറയുന്ന സാധനം ദൈവം എടുക്കുന്നത് നിങ്ങൾ പറയുന്ന ഭാഷയിലല്ല. ഒരു പരാതി പറഞ്ഞപ്പോൾ എന്നായിരിക്കാൻ, അങ്ങനെയല്ല. അതിന് വേറെ രീതിയിലാണ് അവിടെ കൗണ്ട് ചെയ്യണത്. ഇപ്പം ഞങ്ങൾക്കൊക്കെ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ മാർക്ക് കുറഞ്ഞാൽ മാർക്ക് കുറഞ്ഞാൽ എന്താ 2 എഴുതിയെടുക്കണമെന്ന് നമ്മൾ പറയും. പക്ഷേ സെമിനാറിലെ അച്ഛന്മാരതല്ല പറയണത്, ദൈവവിളിയില്ലെന്ന് അവർ പറയണത്. അതുപോലെ നിങ്ങൾ പരാതിപ്പെട്ട ദൈവം കൗണ്ട് ചെയ്യണത് ആത്മാവിൻ്റെ പ്രവർത്തനമില്ല, ജഡിക സ്ത്രീയാണെന്നാണ് പറയണത്. അയ്യോ, എന്നാ കഷ്ടമാണല്ലേ. ആത്മാവിൻ്റെ നിങ്ങൾക്ക് പരാതികളുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൻ്റെ പ്രവർത്തനമല്ല, ജഡിക സ്ത്രീയാണ്. ലോകത്തിൻ്റെ ആത്മാവിലാണ് നയിക്കപ്പെടുന്നത്, പരിശുദ്ധാത്മാവിനല്ല. അപ്പോൾ 8:14 വർക്കൗട്ട് ചെയ്യ ഉടനെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. മനസ്സിലായില്ലേ? നമ്മൾ പരാതി പറഞ്ഞാൽ ദൈവം എന്താ കണക്കാക്കേണ്ടത്? ആത്മാവിനല്ല നയിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളെ ലോകത്തിൻ്റെ സന്തതിയായിട്ടാണ് ദൈവം കൗണ്ട് ചെയ്യണത്, അല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. പറഞ്ഞേ, നാം മക്കളെങ്കിൽ അവകാശികളാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, പരാതികൾ വന്നു, പരിഭവങ്ങൾ വന്നാൽ അപ്പം തന്നെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല, പിന്നെ ലോകാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. ലോകാത്മാവിലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ മക്കളല്ല, പിന്നെ അവകാശികളുമല്ല. തീർന്ന പരിപാടി. ഇത് ഇവിടം കൊണ്ട് എത്തത്തില്ല. ഈ സംഭവം പെട്ടെന്ന് പറഞ്ഞാൽ തീരത്തില്ല. ഇത് അമ്മയ്ക്ക് നല്ലവണ്ണം അറിയാവുന്ന കൊണ്ടാണ് പ്രസവിച്ച് കട്ടൻ ചായ പോലും കിട്ടാതെ ഈ പാതിരക്ക് കിടക്കുമ്പോഴും പല പ്രാകൃതം പിടിച്ച മനുഷ്യരും വരുമ്പോഴും മിണ്ടാണ്ടിരിക്കണതാണ്. ആത്മാവിനാൽ നയിക്കപ്പെടുകയാണ്. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവിനാൽ അമ്മ നയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം എന്താണെന്നറിയാമോ? ഒരു ചോരക്കുഞ്ഞിനെ പെറ്റ രാത്രിയിൽ പ്രാകൃതം പിടിച്ച മനുഷ്യർ ഒരു പട്ടിക്കുഞ്ഞ് ഒരു പട്ടി പറ്റിക്കിടക്കണ പോലെ കിടക്കേണ്ടി വന്ന സാഹചര്യത്തിൽ മിണ്ടാതിരുന്നതാണ് ആത്മാവ് നയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പിന്നെ അടുത്ത നടപടി എന്താണ്? അമ്മ നിങ്ങൾക്കറിയാവില്ല, അമ്മയെ കണ്ടപ്പോൾ മാലാഖ എന്താ പറഞ്ഞത്? അത് എന്താ പറഞ്ഞത്? ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 1:28 ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അപ്പോൾ അമ്മയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അസസ്മെൻ്റാണ്, ഒരു ഇൻറ്റേർണൽ അസസ്മെൻ്റാണ്. നിങ്ങൾക്ക് കോളേജൊക്കെ പഠിക്കുന്നവർക്കറിയാതെ ഇൻറ്റേർണൽ അസസ്മെൻ്റ് ഉണ്ടാവും, അല്ലേ? സമരക്കാരൊക്കെ കോളേജിലൊക്കെ സമരമൊക്കെ ഒതുങ്ങി എങ്ങനെയാണ്? ഈ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് വന്നപ്പോഴല്ലേ. ഈ ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്നും പറഞ്ഞ സാധനമുണ്ട്. ആന്തരികമായിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് ഇവാലുവേഷനാണത്. അപ്പോൾ ആന്തരിക ഇവാലുവേഷൻ അതിപ്പോൾ ഓരോരുത്തർക്കും അല്ലേ പ്രശ്നം. അവിടെ സ്വഭാവം അതിൻ്റെ അകത്തുണ്ട്, അത് മാർക്കുണ്ട്. അതിന് കോളേജിലെ പെരുമാറ്റ രീതികൾക്ക് മാർക്കുണ്ട്. ആ ഇൻറ്റേർണൽ അസസ്മെൻ്റാണ് കറക്റ്റ് അസസ്മെൻറ്റ്. ദൈവത്തിന് മറിയത്തെക്കുറിച്ച് നല്ല ഇൻറ്റേർണൽ അസസ്മെൻ്റ് ഉണ്ട്, നമ്മളെക്കുറിച്ചുണ്ടേ. അതാണ് പ്രശ്നം. നമ്മളതാണ് ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്തായിരിക്കും, ആന്തരിക വിലയിരുത്തൽ എന്തായിരിക്കും, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുറച്ച് പാപം ഉപേക്ഷിച്ച കൊണ്ട് തന്നെ ഇവിടെ ചെന്ന് അവസാനിക്കണില്ല, ഈ വിഷയം തീരണില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ XOR Y വിൽസൻ്റെ ഒരു മറിയാമ്മ, ദൈവത്തിന് നീ മകളാണല്ലോ, അല്ല മകനാണല്ലോ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആന്തരിക വിലയിരുത്തൽ എന്താണ്? അതാണ് ഉടമ്പടിയിൽ പെട്ടെന്ന് കത്താനും താമസിക്കാനും ഇടയാകുന്ന കണ്ടൻറ്റ്, ദ കണ്ടൻറ്റ് ഓഫ് റെഫറൻസ്. കവനൻ്റിലെ ദ കണ്ടൻറ്റ് ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിനെക്കുറിച്ചുള്ള നിൻ്റെ ആന്തരികമായ വിലയിരുത്തലാണ്. നീ ആരാണെന്നാണ് ഈശോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോസ്തലന്മാരോട്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് തന്നെയാണ് നമുക്കും വരേണ്ടത്. നിങ്ങൾ ആരാണെന്ന്, അല്ലെങ്കിൽ ഞാൻ ആരാണെന്നാണ്
ദൈവം പറയുന്നത്. ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ള ഏറ്റവും നല്ലൊരു പോയിൻ്റാണിത്. നിങ്ങളന്ന് ആത്മശോധന ചെയ്യണം, നല്ലതായിരിക്കും. ഒരു ഇന്ത്യൻ അസസ്മെൻറ്റ്, നിങ്ങൾ ആരാണെന്നാണ് ദൈവം പറയണത്. മറിയത്തെക്കുറിച്ച് നല്ല ഇന്ത്യൻ അസസ്മെൻ്റാണ്. എന്താ പറഞ്ഞിരിക്കണത്? ലൂക്കാ 1:28 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അപ്പോൾ മറിയം ആരാണ്? ദൈവകൃപ നിറഞ്ഞവൾ. അതാണ് ഇന്ത്യൻ അസസ്മെൻറ്റ്, ആന്തരിക വിലയിരുത്തൽ. മറിയം ആരാണ്? ദൈവകൃപ നിറഞ്ഞവൾ, ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞവളാണ്. പക്ഷേ എന്താ പ്രശ്നം? ഈ ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം ആ പഠനവും പാഠശാലയും ഒന്നും നിർത്തത്തില്ല. അമ്മയോട് ദൈവം അത്രയേ പറഞ്ഞിരിക്കണം, മറിയമേ നീ പഠിക്കാൻ അത്രയും പഠിച്ചോളാൻ പറയും, പഠിക്കണം അത്രയും പഠിക്കാം. അതുകൊണ്ട് അടുത്ത പാഠം കൊടുക്കും. എന്താ അടുത്ത പാഠം? ഈജിപ്തിലോട്ട് പറഞ്ഞു വിടും ഈ ചോരക്കുഞ്ഞിനെയും കൊണ്ട്. വല്ല കഥയുണ്ടാ? നേരെ വീട്ടിൽ പോയാൽ പോരെ? വീട്ടിൽ നിന്നല്ലേ വന്നത്, വീട്ടിൽ നിന്നല്ലേ വന്നത് ഇവർ. ഇപ്പം മറിയത്തിൻ്റെ മനസ്സിലെന്താണ്? ഈ ബെത്ലഹേമിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിൽ പോകണം, 10-90 ദിവസം റെസ്റ്റ് എടുക്കണം, വല്ല ലേഖ്യമോ കുഴമ്പോ എന്താണ് ഉള്ളതൊക്കെ കഴിച്ച് അവിടെ പ്രസവ രക്ഷയൊക്കെ കഴിഞ്ഞിരിക്കണമെന്നാണ് ഞങ്ങൾ പുള്ളിക്കാരെ ഉദ്ദേശിക്കണത്. പക്ഷേ ദൈവം അത് ഉദ്ദേശിക്കണില്ല. എന്ത് ചെയ്യും? ദൈവം പറയും ഈജിപ്തിൽ പോയിക്കൊള്ളാൻ പറയും. അവിടെ ഒരു രക്ഷയുമില്ല, അവിടെ ഭക്ഷണം കിട്ടാൻ പാടാണ്, അവസരപ്പിതാൻ അറിയാവുന്ന പണിയും അവിടെ ഇല്ല. എല്ലാം കൊണ്ടും കൺഫ്യൂഷനിലേക്കാണ് വിടണത്. പോകാതിരിക്കാൻ പറ്റത്തില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നല്ല പറയണത്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. പക്ഷേ മറിയത്തെ പോലെയുള്ള ഒരാളിന് ഈ കൃപ നിറയണമെങ്കിൽ ഈ മനുഷ്യന്മാർക്കും പറ്റും, ആർക്ക് വേണമെങ്കിലും പറ്റും, എനിക്കും പറ്റും. അല്പം ഒന്ന് ശ്രദ്ധിച്ച കൃപ നിറയാൻ പറ്റും. ഇവിടെ പ്രോബ്ലം വെച്ചാൽ ദൈവം ഉദ്ദേശിക്കുക അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ അവർക്ക് അഡീഷണൽ ഗ്രേസ് ഉണ്ട്. എന്താണ്? കൃപയ്ക്ക് മേൽ കൃപ. അതാണ് പ്രശ്നം. ഈ മറിയത്തിട്ടുണ്ട് ഈ കുരിശെല്ലാം ഇടണത് എന്താണ്? നിങ്ങളെപ്പോഴും ഓർത്തേക്കണം, നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടും കുരിശ് കൂടുന്നുണ്ടെങ്കിലേ സബ്ജക്റ്റ് നിങ്ങൾ പറഞ്ഞ ഉടമ്പടി വെച്ചിരിക്കുന്ന സബ്ജക്റ്റ് അല്ല. എൻ്റെ മക്കളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉടമ്പടി വെച്ചിട്ടും ചില വിഷയങ്ങൾക്ക് കുരിശ് കൂടുന്നുണ്ടെങ്കിലേ നിങ്ങൾ ദൈവം ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് അല്ല, അത് കൃപയാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കല്ലേ യോഹന്നാൻ 1:16 പറയുന്നു, കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൈകെട്ടിയിരുന്ന കൃപയ്ക്ക് മേൽ കൃപ കിട്ടത്തില്ല. കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കുന്നത് ക്രോസ് അപ്പോൺ ക്രോസ് വരുമ്പോഴാണ്. കുരിശിന് മേൽ കുരിശ് വരുമ്പോൾ ഓർക്കുക, ഇത് കൃപയ്ക്ക് മേൽ കൃപയുള്ള തരാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നടപടിക്രമമാണെന്ന് കൈയിടിച്ച് കർത്താവ്. അതിന്റെ കൃപ നിറയ്ക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കേട്ട വചനങ്ങളെ പറ്റി ഞങ്ങൾ ധ്യാനിക്കുന്നു. പരിശുദ്ധ അമ്മ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടും കുരിശുകൾ പെരുകുമ്പോ പരിശുദ്ധ അമ്മയെ പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കൃപ കരേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല 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 ഹല
Praise the Lord. Praise Lord. the Lord. സന്തോഷത്തോടെ ഇരിക്കുക. ഇപ്പം ഹർക്ക എന്ന മോള് അവളുടെ അമ്മയോട് അവസാനം അവൾ പറയും, ഞാനിങ്ങനെ UN സ്റ്റാഫിൽ അംഗത്വത്തിൻ്റെ പരീക്ഷ എഴുതിയിരിക്കണം എന്ന് പറയുമ്പോൾ അമ്മ ഉടനെ എടുത്ത വായിക്കും പറയും, നിനക്ക് സെലക്ഷൻ കിട്ടുമെന്ന് പറയും. അവർക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിലും അമ്മയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതാണ് നമ്മുടെ ധ്യാന വിഷയം. എന്താ അവൾ പറഞ്ഞത്? ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം പ്രോജക്റ്റ് എന്താണെന്ന് അമ്മ എന്നോട് ചോദിക്കരുത്. എന്താ ചോദിക്കാൻ പാടില്ലാത്ത കാര്യം? ഞാൻ തോക്കുകയാണെങ്കിൽ അമ്മ അറിയത്തില്ലേ ഞാൻ തോറ്റെന്നുള്ളത്. അപ്പം സ്വന്തം അമ്മയുടെ മുമ്പിൽ പോലും തോക്കപ്പെടുന്ന ആളായിട്ട് അറിയപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആധ്യാത്മികതയ്ക്ക് എതിരാണ്. എപ്പോഴും ദൈവം സ്റ്റാറ്റസ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഗ്രേസ് അപ്പോൺ ഗ്രേസ് വർക്ക് ചെയ്യണത് ക്രോസ് അപ്പോൺ ക്രോസ് വരുമ്പോഴാണ്. കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുമ്പോൾ കുരിശിന് മേൽ കുരിശായിട്ടാണ് നമുക്ക് ആദ്യം ഫീൽ ചെയ്യണത്. അതായത് നമ്മളെ എപ്പോഴും സ്റ്റേറ്റ് ഓഫ് ഗ്രേസിൽ നിർത്തണം ദൈവത്തിന്. സ്റ്റേറ്റ് ഓഫ് ഗ്രേസിൽ, കൃപയുടെ സ്റ്റേറ്റിൽ. ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ ഒരു കൈ അമ്മ മാത്രമേ ഉള്ളത് വീട്ടിലെ, നിങ്ങൾക്ക് 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്, നിങ്ങൾ പല ജോലിയുണ്ട്, ഒക്കെ ചെയ്യണം. അതിനുള്ളിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് രോഗവും വരും. എൻ്റെ മക്കളെ, ഇപ്പോഴൊന്നും നിങ്ങൾ പരാതി പറയരുതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പിടിയില്ല. നിങ്ങളുടെ ഭർത്താവിൻ്റെ കഴുത്ത് കയറി അല്ലെങ്കിൽ ഭാര്യയുടെ കഴുത്തെ കയറി മക്കളോട് പറഞ്ഞ് നീ കണ്ണ് കാണാൻ പാടില്ല, നീ മനുഷ്യനാണെന്നൊക്കെ ഒരു അക്ഷരം വേണ്ടത്. കൃപയുടെ ടാപ്പിംഗ് ടൈമാണ്. ഗ്രേസ് ടാപ്പിംഗ് ടൈം ആകുമ്പോൾ ക്രിസ്തുവിനോട് മാത്രമേ നിങ്ങൾക്ക് സംവേദിക്കേണ്ട കാര്യമുള്ളൂ. മറ്റതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് ചെയ്യണ ക്രമീകരണങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഗ്രേസ് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുമ്പോൾ പവർ ഓഫ് ഗോഡാണത് കൃപയെന്ന് പറയുന്നത്. അപ്പോൾ പവർ ഓഫ് ഗോഡ് അടിക്കുന്ന സമയത്ത് മൗനമായിരിക്കണം. ഇപ്പം കർത്താവ് മുഖം വെക്കുമ്പോഴേ 3:28 വിലാപം പുസ്തകം എടുത്തേ 3:27 വിലാപങ്ങൾ 3:27-28 വിലാപങ്ങൾ 3:27-28 യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. നല്ലതാണെന്നാ പറയണത്. നുകമേ ഭാരം നല്ലതാണെന്ന് ഒരു ലോകത്തിലെ ഒരു മതപുസ്തകവും പറയത്തില്ല. ഇത് കൃപയുടെ പുസ്തകമായതുകൊണ്ടാണ് പറയണത്. യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവൻ്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി. നിങ്ങളൊന്ന് പറഞ്ഞ മക്കളെ, അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. എന്നുവെച്ചാൽ വിളിച്ചു കൂവരുത്. മൊബൈൽ എടുത്തിട്ട് ആൻറ്റിയോടും അമ്മയോടും നാത്തുമാരോടും വീട്ടുകാരോടും വിളിച്ചു കൂവരുത്. ഏകനായിരിക്കണമെന്ന്, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ദൈവമായിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ദൈവത്തിൻ്റെ വഴികൾ അറിയണം. ഒന്നൂടെ വായിച്ചത് യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവന്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. നുകം വെക്കുമ്പോൾ അതറിയാം. അമ്മയ്ക്കറിയാം, അപ്പായാണ് നുകം വെച്ചിരിക്കണമെന്ന് അറിയാം. അതുകൊണ്ടാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കണത്. ഈശോ കാണാതെ പോയില്ലേ? ഈശോ കാണാതെ പോയപ്പോൾ അപ്പനും അമ്മയും കൂടി തിരക്കി ചെല്ലുമ്പോൾ ഈശോ ചോദിക്കണത് അമ്മയോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ? നിങ്ങളെന്താ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ? വേണമെങ്കിൽ ഈശോക്ക് അത് ചോദിക്കാതിരിക്കാമായിരുന്നു. അപ്പോൾ ദൈവം ഉണ്ടാക്കുന്ന നെഗറ്റീവ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ലോകത്തോട് പറയുന്നത് മറിയമാണ്. കൈയടിച്ച് കർത്താവ് ആരാധനയിലൂടെ പാഠശാലയിൽ ഇരുന്ന് കർത്താവിനെ പറ്റി ധ്യാനിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിന് നന്ദി പറയുന്നു. സന്തോഷത്തോടെ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് മനുഷ്യന് യൗവനത്തിൽ നുകം വെക്കുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഓരോരുത്തർ പറയത്തില്ലേ ഉടനെ അവരെന്ത് പറയാനാണ്? അവർ പിശാചിനുണ്ടായിരിക്കും നിങ്ങൾ പറയണത്. നാത്തൂനായിരിക്കും കാര്യം ശരി. അവർ ചിലപ്പോൾ സാരി എടുത്ത ചുരിദാറിട്ട പിശാചായിരിക്കും. അറിയത്തില്ല, നമുക്കറിയത്തില്ല. അവർ പറയും കൊള്ളാം, നീ അങ്ങനെ ആട്ടും തുപ്പും കണ്ട് കിടക്കുക, അവിടെ വായിട്ടും കുത്തും, അവളുടെ വായിട്ടും കുത്തും മേടിച്ച് അവിടെ കിടക്കുകയുള്ളു. എൻ്റെ അടുത്ത് ആരെങ്കില അഭ്യാസം ഞാൻ കാണിച്ചത് നിർത്തി കളഞ്ഞു. അതല്ലേ അവർ പറയത്തുള്ളൂ. അതല്ലേ അവർ നിങ്ങളെ പറയുന്ന ആൾക്കാർ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഇതല്ലേ പറയത്തുള്ളൂ. അവളുടെ ക്യാമത്തല്ലേ പറയത്തുള്ളൂ. ഇത് പരിശുദ്ധാത്മാവിന് വേണ്ട. കൈയിടിച്ച് കർത്താവ് അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ. അപ്പം ഈശോയുടെ വായും തന്നെ ഇത് കേട്ടപ്പോൾ അമ്മ എന്താ ചെയ്തത്? ഉടനെ പറയണത് എന്താ? 2:48 ലൂക്കാന്റെ സുവിശേഷം. ലൂക്ക 2:48. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അടുത്ത വചനം. അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് അവൾ ഗ്രഹിച്ചില്ല. ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇപ്പം ഇങ്ങനെ സംഭവിക്കണതിൻ്റെ പൊരുൾ എന്താണെന്ന് ചില സമയത്ത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ദൈവം എന്താ ഇപ്പം ഇങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. അപ്പോഴങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഉള്ള വിശ്വാസം കളയുകയല്ല ചെയ്യേണ്ടത്, ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അതാണ് ആധ്യാത്മിക നടപടി എന്ന് പറയണത്. അപ്പോൾ എന്താണ്? അവിടെ നിങ്ങളുടെ മുഖം വെക്കുമ്പോൾ നിങ്ങൾ ഏകനായിരിക്കണം. പിന്നെ എന്താണ് കാര്യം? ഇത് ആവശ്യമില്ലാത്ത പാട്ടിക്കൊണ്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. ഏകനായിരിക്കുന്ന അർത്ഥം എന്താ? ദൈവത്തോടു കൂടി ആയിരിക്കണം എന്നതിൻ്റെ അർത്ഥം. അമ്മ അതാണ് ചെയ്യണത്, ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിലിരിക്കുന്നത് ആരാണ്? ദൈവമല്ലേ. ദൈവത്തിൽ സംഗ്രഹിച്ചെന്നാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? അതുപോലൊരു ടൈമാണ് ഗ്രേസ് ടാപ്പിംഗ് ടൈം എന്ന് പറയണത്. ദൈവത്തിൻ്റെ ശക്തി സംഭരിക്കുന്ന സമയം, അത് സഹനത്തിൻ്റെ സമയമാണ്. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതാണല്ല, ഞാൻ ഉപവസിച്ചാണല്ല, ഞാൻ പത്രം കൊണ്ടുപോയി കൊടുത്താണല്ല, ഞാൻ പൊതിച്ചോറ് കൊടുത്താണല്ല, ഞാൻ വസ്ത്രം കൊടുത്താണല്ല. മിണ്ടരുത്. കാര്യം ഇവളെന്താ സംഭവിച്ചിരിക്കണത്? അവൾ നല്ല ആഴമുള്ള കുട്ടിയാണ്. അവൾ പറഞ്ഞ്, കർത്താവേ, നിനക്ക് എന്നെ ഒന്ന് ഓർപ്പിച്ച് തരാൻ പാടില്ലായിരുന്നോ? 15 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ലല്ലോ. കണ്ടെത്തി അങ്ങനെ ഒന്നും അവൾ പറഞ്ഞില്ലല്ലോ. സങ്കടപ്പെട്ടെന്നല്ലേ ഉള്ളൂ. പക്ഷേ എന്താണ്, ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിക്ചർ മാറിയില്ലേ? അവളുടെ മനസ്സിലെഴുതിയിരുന്ന മനസ്സിലുണ്ടായിരുന്ന ഉത്തരം മുഴുവനും അത് കറപ്പിച്ചിരുന്നെങ്കിൽ അവൾ തോറ്റുപോയത്, നെഗറ്റീവ് മാർക്ക് അടിച്ച്. അപ്പോൾ ദൈവം എല്ലാം നല്ലതുപോലെ ചെയ്യത്തുള്ളൂ. അതാണ് മുഖം വെക്കണത് നല്ലതാണെന്ന് പറയുന്നില്ലേ? മുഖം വെക്കണത് നല്ലതാണ്. ഈശോയുടെ ഒരു രീതി അറിയാമല്ല. ഈശോ സഹനം തരുമ്പോൾ അത് വെള്ളം കാണുമ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? ഞാനീ ചെയ്തത് എന്താണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലാവത്തില്ല, പിന്നീടത് മനസ്സിലാകും. ഇപ്പോൾ ഒരു ഓട്ടിസം കുഞ്ഞിനെ കർത്താവ് തന്നിരിക്കണം എന്ന് വിചാരിച്ചു, അത് നമുക്ക് മനസ്സിലാവത്തില്ല. നിങ്ങളെന്താ പറയണത്? എൻ്റെ അനിയത്തി നല്ല അടിപൊളി പിള്ളേരെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അതിനൊക്കെ നല്ലോണം പഠിക്കാൻ നടക്കണം, എനിക്ക് മാത്രം ഈ പിശാചിനെ തന്നെന്ന് പറയും. പുറത്ത് പറയത്തില്ലേ, കുഞ്ഞിനെ കേൾപ്പിച്ചും പറയത്തില്ല, മനസ്സിൽ വിചാരിക്കും. ഞാൻ പറഞ്ഞ ഹൃദയത്തിൽ സംഗ്രഹിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. മിണ്ടരുത്. കർത്താവ് അവിടെ നിങ്ങളുടെ മുഖം വെക്കുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കണം. കാര്യം നിങ്ങളുടെ ഭർത്താവ് പോലും അത് നിങ്ങളുടെ സങ്കടം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വളരത്തില്ല. കാര്യം അത് അമ്മയാണല്ലോ ഇതിൽ അനുഭവിക്കുന്നത്. അപ്പനും അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഓട്ടിസം കുഞ്ഞിൻ്റെ കാര്യം മുഴുവൻ അനുഭവിക്കുന്നതും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് അമ്മ തന്നെയാണ്. അപ്പം അതിൻ്റെ കൂടെ ഉള്ളവരൊക്കെ പങ്കുചേരുന്നുണ്ടെങ്കിലും പ്രിൻസിപ്പളായിട്ടുള്ള എമൗണ്ട് അമ്മയുടെ കയ്യിലാണ് വരണത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അൽഫോൻസാമ്മയേക്കാൾ വലിയ റാങ്കിലേക്കാണ് ദൈവം ഇപ്പം തന്നെ വിളിച്ചിരിക്കുന്നത്. അൽഫോൻസാമ്മയേക്കാൾ വലിയ നിങ്ങൾക്കിനി തീയിൽ കൊണ്ടുപോയി കൈ കൊണ്ടുപോയി തീടത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല.
ഓൾറെഡി നിങ്ങളുടെ കൈ മാത്രമല്ല, നിങ്ങളുടെ ശരീരം മൊത്തം അടപ്പിൻ്റെ തിരിക്കുകയാണ്. അല്പം സമയപ്പോൾ ഇനി നിങ്ങൾക്ക് കൈ കൊണ്ട് തീടത്ത് വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ശരീരം മുഴുവനും ഈ ജന്മം തന്നെ അടപ്പിലിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ചെയ്തത് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാകും. അമ്മ നമുക്ക് നൽകുന്ന കൃപയ്ക്ക് മേൽകൃപയാണിത്. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഈ കുഞ്ഞിനെ പോറ്റി വളർത്താൻ, ദൈവം ആഗ്രഹിക്കുന്ന അത്രയും വളർത്താൻ എനിക്ക് അഭിഷേകം തരണമേ. ക്ലേശങ്ങളുള്ളവരെല്ലാം പ്രാർത്ഥിക്കുക, രോഗങ്ങളുള്ളവരെല്ലാം പ്രാർത്ഥിക്കുക, വേദന അനുഭവിക്കുന്നതെല്ലാം പ്രാർത്ഥിക്കുക, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ക്രിസ്തുവിന്റെ കുരിശിന്റെ ഭാഗമായി ക്രിസ്തുവിന്റെ കുരിശിന്റെ ഭാഗമായി എന്റെ ജീവിതത്തിലെ അന്നു വേണ്ട ആഹാരം പോലെ വേണ്ടുന്ന ആഹാരം പോലെ ഞാനിന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങളുടെ മേൽ ക്ലേശങ്ങള്, ഞാനിന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങളുടെ മേലുള്ള ക്ലേശങ്ങൾ കൃപയുടെ മേൽ കൃപയായി, കൃപയുടെ മേൽ കൃപയായി എന്നെ ദൈവം വിളിച്ചതിന്റെ ദൈവസ്നേഹമായി അനുഭവിച്ച അഭിഷേകം പ്രാപിക്കാൻ ആത്മജ്ഞാനം നൽകണമേ, എനിക്ക് ആത്മജ്ഞാനം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 കരുണയിൻ സാഗരമേ ശോകക്കൊടുമ്പയിലേറിടുമ്പോ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. കൃപയരുക കൃപയരുക അളവന്നെ പകർന്നിടുക ഈ ഭൂവിലൻ യാത്രയിൽ ദൈവകൃപയരുക ദൈവകൃപയരുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതും, കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ യൂട്യൂബിൽ ധ്യാനം കൂടിയുള്ള കൈപൊക്കുക. അയ്യോ, ഇത്രയും വരെയുള്ളൂ യൂട്യൂബിൽ കൂടിയത്? നിങ്ങൾ സ്ഥിരം ഇവിടെ വന്ന് കൂടുന്നവരാണ്. എൻ്റെ മക്കളെ, നിങ്ങളിവിടെ കൂടിയാൽ യൂട്യൂബിൽ ഒരു പ്രാവശ്യം കൂടി കൂടിയിട്ട് അതിൻ്റെ അന്തസത്ത നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. കാര്യം അത് നമ്മൾ ധ്യാനം കൂടാൻ വചനം കേൾക്കുകയല്ല, ഉടമ്പടിയിൽ ഉയരുകയാണ് നമ്മൾ ചെയ്യണത്. ഉടമ്പടിയുടെ ആഴങ്ങളിലേക്ക് ആഴപ്പെടുകയാണ് നമ്മൾ ഈ ധ്യാനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ ധ്യാനം ഇവിടെ മാത്രമേ ലോകത്ത് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അച്ഛനാണെങ്കിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടിയോ ധ്യാനിപ്പിക്കുകയോ കൊച്ചു കഥ പറയാൻ വേണ്ടി കഥ പറയുകയോ ഒന്നും നമ്മൾ ഒരു കാലത്തും ചെയ്തിട്ടില്ല. എല്ലാം കർത്താവിന് വേണ്ടി മാത്രം വാദിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം എടുത്ത് ദൈവത്തിന് അവിടെ ഒരു സ്ഥാനം കിട്ടി നിങ്ങൾ ദൈവത്തിൽ ഉയർന്നു വരാൻ വേണ്ടി ഉള്ള ഇറ്റുനോവ് മാത്രമാണ് നമ്മുടെ ധ്യാനങ്ങളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ ചെയ്യേണ്ടത് സമയം കിട്ടുമ്പോൾ, ഇപ്പോൾ ഒത്തിരി പേര് ധ്യാനം കൂടുന്നുണ്ട്, അവർ സാക്ഷ്യം പറയുമ്പോഴൊക്കെ അത് പറയുന്നുണ്ട്, എങ്കിലും നിങ്ങൾ ആഴമുള്ള ഇരുത്തം വന്ന സുവിശേഷത്തിൻ്റെ സന്തോഷമുള്ള സാക്ഷികളായി വളരണം. ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സന്തോഷം ഭൗതിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അടിസ്ഥാനം. ഇപ്പോൾ ചില ബർത്ത്ഡേയൊക്കെ വിഷ് ചെയ്യുമ്പോൾ ഭർത്താവ് ഭാര്യ ഭർത്താവിനെന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? സർപ്രൈസ്. എന്ത് സർപ്രൈസ്? ഇങ്ങനെ സർപ്രൈസ് അടിച്ച് നിങ്ങളെല്ലാം ഞരമ്പ് രോഗികളായിപ്പോയില്ലേ? എൻ്റെ മക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സർപ്രൈസിന് മാത്രം നമ്മുടെ ജീവിതം ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യണ പോലെ ഇങ്ങനെ തുറന്ന് വെച്ചാൽ ഉള്ള അവസ്ഥ എന്താണ്? നമ്മൾ ഒരിക്കലും ദൈവത്തെ വളരത്തില്ല. ദൈവത്തിൽ നമുക്ക് സർപ്രൈസ് അല്ല ലഭിക്കണത്. ഇപ്പോൾ എന്താ പ്രശ്നം? ആൾക്കാരുടെ ഇങ്ങനെ ട്യൂൺ ചെയ്ത് പ്രൈസ് മെക്കാനിസം പോലെ സർപ്രൈസിന് വേണ്ടി ആൾക്കാരിങ്ങനെ എക്സ്പെക്റ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ ആൾക്കാരെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. ഈ പണ്ടാരത്തിന് നമ്മൾ ഒരു കാലത്ത് ആധ്യാത്മികം വളർത്താൻ ഭയങ്കര പാടായിരിക്കും, ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. കാര്യം ഇതിനെ ട്യൂൺ ചെയ്തിരിക്കണത് ഇതിനെ ഒന്ന് ഇങ്ങനെ ഇളിച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ സർപ്രൈസ് കൊടുക്കണം. എൻ്റെ അമ്മ എന്ത് കഷ്ടമാണ്!
ഇതിൻ്റെ മുഖം തെളിയണമെങ്കിൽ നമ്മൾ സർപ്രൈസ് കൊടുക്കണം. ഓരോ ഭർത്താക്കന്മാരൊക്കെ എന്തെല്ലാം സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മാവേ പേര് കെട്ടി തൂങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മക്കളെ സർപ്രൈസ് വേണ്ട നമുക്ക്. നമ്മൾ ദൈവത്തിൽ നിങ്ങളെ കുറച്ച് ഈടുള്ള ഒരാൾക്ക് മാറുക. കുറച്ച് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്ത സർപ്രൈസൊക്കെ അറിയാവില്ല, ഒരു 1.5 സർപ്രൈസായി പോയി. പക്ഷേ എന്താ സംഭവം, അവർക്കിതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ജ്ഞാനമുണ്ട്. ഇതെല്ലാം കൃപയ്ക്കുമേൽ കൃപ അവരെ വർദ്ധിപ്പിച്ചെടുത്തിട്ട് നിത്യതയിൽ അവരെ ഇങ്ങനെ ഭൂസ്വലോരാജ്ഞിയായി മുട്ടിത്തിരിപ്പിക്കുന്ന ഒരു സർപ്രൈസ് ഉണ്ട്. അത് വല്ലാത്ത സർപ്രൈസാണ്, സ്വർഗത്തിൻ്റെ സർപ്രൈസ്. ഒരു വിശ്വാസിയുടെ ലക്ഷ്യം സ്വർഗത്തിൻ്റെ സർപ്രൈസ് ആയിരിക്കണം, അല്ലാതെ കാലത്തിൻ്റെ ലോകത്തിൻ്റെ വല്ല. കൈയിടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ സംഭവിക്കുന്ന ഒരു വിഷയമുണ്ട്. ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചു, ഒരു സാക്ഷ്യം ലഭിച്ചു. സാക്ഷ്യം ബേസിക്കായിട്ട് എന്താണ്? അടയാളമല്ലേ, അല്ലേ? അടയാളം ബേസിക്കായിട്ട് എന്താണ്? ദൈവത്തിൻ്റെ മഹത്വപ്പെട്ടതിൻ്റെ അടയാളമാണ്. ദൈവത്തിൻ്റെ മഹത്വം ബേസിക്കായിട്ട് എന്താണ്? ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമാണ്. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ബേസിക്കായിട്ട് എന്താണ്? സാത്താൻ്റെ പുറന്തള്ളലാണ്. കൈയിടിച്ച് കർത്താവിന്റെ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി കൃപയരുക അളവന്നെ പകർന്നിടുക ഈ ഭൂവിൽ യാത്രയിൽ ദൈവകൃപയരുക. അച്ഛൻ നിങ്ങൾക്ക് അഭിഷേകം പോരെന്നേ പറയത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കർത്താവ് നമുക്ക് നല്ല വചനങ്ങൾ തരുന്നുണ്ട്, കർത്താവ് നമ്മളോട് മനസ്സ് തുറക്കുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം ശക്തി ലഭിക്കുന്നുണ്ട്, നമുക്ക് നല്ല പാട്ട് തരുന്നുണ്ട്. നമ്മൾ സുവിശേഷത്തിൻ്റെ ആഹ്ലാദത്തിൽ അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ശക്തി ധരിക്കേണ്ട സമയമാണ്, ഇപ്പോൾ നമ്മൾ സൗഖ്യം ധരിക്കേണ്ട സമയമാണ്, ഇപ്പോൾ നമ്മൾ വിടുതൽ പ്രാപിക്കുന്ന സമയമാണ്, ഉടമ്പടി ഉയർപ്പിൻ്റെ സമയമാണ്. ശ്രുതിക്കട്ടെ, ഭാഷാപരത്തോടെ ശ്രുതിക്കട്ടെ. ഞങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കുന്നതിന്, ശക്തിപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, സാഗരമേ മേഘത്തിൻ തണലരുളി എന്റെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്റെ സാന്ത്വനമായി നടത്താം. ഈ ഭൂവിലെ യാത്രയതിൽ ദൈവകൃപയരുൾക. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ.
മേഘത്തിൻ തണലരുളി എന്നൊക്കെ പറയുമ്പോഴല്ലോ, എനിക്ക് ഈ പഴയ നിയമത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മുടെ പിതാക്കന്മാരെ ചെങ്കടൽ പിളർത്തി മേഘത്തിൻ്റെ തണലായി, മേഘത്തിൻ്റെ തണൽ ചൂടി പകലും രാത്രി തൂത്തൂണിൻ്റെ വെളിച്ചം കാണിച്ച് രാത്രിയും നയിച്ച ദൈവത്തിൻ്റെ കാരുണ്യമൊക്കെ ഓർത്താലേ ഒരു ജന്മം നമ്മൾ ഇരുന്ന് കരഞ്ഞു പോകും. അത്രയും ദൈവസ്നേഹമാണ് പഴയ നിയമത്തിൽ നിന്നുള്ളത്. അതിൻ്റെ ഏറ്റവും ശക്തമായ രീതിയിലാണ് ദൈവം നേരിട്ട് മനുഷ്യനെ മാംസമായി നമ്മുടെ ഇടയിൽ വന്നുകൊണ്ട് ഈ കരുണ നമുക്ക് ചൊരിയണ ഒരു കാലമാണ് യേശുക്രിസ്തുവിൽ നമ്മൾ ജീവിച്ച് തീർക്കുന്നത്. കൈ അടിച്ചുകൊണ്ടും ചിരിച്ച് സന്തോഷിച്ചുകൊണ്ട് ചിരിക്കട്ടെ. ഇതേന്നേരം നമുക്ക് കർത്താവ് നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, നിങ്ങൾക്കത് ക്ലേശമെങ്ങാനും ഒരു ക്ലേശം വന്നാൽ അത് നിങ്ങളെ ഗ്രേസ് ടൈമായിട്ട്, കൃപയുടെ സമയമായിട്ട്, കൃപയുടെ നേരമായിട്ട് നിങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് കർത്താവിൻ്റെ ഉള്ളിൽ ആന്തരികമായിട്ട് സ്തുതിച്ച് കർത്താവിൽ സന്തോഷിക്കണം. കാര്യങ്ങളാണ് നിങ്ങളെ ബലപ്പെടുത്തുന്ന സമയമാണത്. നുകം വെക്കുമ്പോഴേ നിങ്ങൾ മൗനമായി ഇരുന്നാൽ മതിയെന്ന് പറയുമ്പോഴേ നുകം വെക്കുക എന്ന് വെച്ചാൽ നിങ്ങളെ ബലപ്പെടുത്തുക എന്നാണ് എൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് ഒരു നുകം വെക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ബലമുള്ളവരായി ദൈവം കണ്ടിരിക്കുന്നു. കൈയിടിച്ച് കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. എന്നെ സാന്ത്വനമായി നടത്താം, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുക കൃപയരുക അളവന്നെ പകർന്നിടുക, ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവവേദന. പുതിയ നിയമത്തിലെ നമ്മൾ കർത്താവായ ഈശോയിലൂടെ നമ്മൾ അനുഭവിച്ച് കൂട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളുടെയും സന്തോഷത്തിൻ്റെയും വേരുകൾ പഴയ നിയമത്തിലെ അപ്പായിയുടെ വഴിനടത്തിലാണ് കിടക്കുന്നത്. അത് കാരണം ഈ സമ്പൂർണ്ണ ബൈബിള് എപ്പോഴും നമ്മൾ വായിക്കുന്നതിൻ്റെ കാരണം അതാണ്. കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ എന്തിനാണ് ഞാൻ നിങ്ങളെ കൊണ്ട് വചനം വായിക്കണത്? ഉടമ്പടി എടുത്തവരെ വചനം വായിക്കണം അച്ഛൻ പറയത്തില്ലേ, അല്ലേ? വായിക്കുന്നവരൊന്ന് കൈ പൊക്കിക്കേ. എന്തിനാ വചനം വായിക്കണമെന്ന് പറയാമോ? അതായത് അതിനൊരു ഉദ്ദേശമുണ്ട്. അതായത് ഇപ്പം നമ്മൾ അക്വേറിയത്തിൽ, ഞാൻ യൂത്തിനോട് പറയാറുണ്ട്, അക്വേറിയത്തിൽ മീൻ വളർത്തുന്ന സ്ഥലമില്ലേ, നമ്മൾ ഗ്ലാസ് ടാങ്ക്, അതിൽ നമ്മൾ മത്സ്യം വളർത്തല്ലേ, ഗപ്പി ഗൗറയൊക്കെ വളർത്തും. അതിൻ്റെ അകത്ത് നമ്മൾ ഓക്സിജൻ മോട്ടർ വെച്ച് ഓക്സിജൻ കൊടുക്കും അല്ലേ? കൃത്രിമ ഓക്സിജൻ കൊടുക്കും അല്ലേ? അതുപോലെ തന്നെ എന്താ കൊടുക്കുക? പ്ലാന്റ്, ഓക്സിജൻ പ്ലാന്റൊക്കെ വളർത്തത്തില്ലേ അല്ലത്? ഓക്സിജൻ കിട്ടുന്ന പ്ലാന്റ് വളർത്തും. അതെന്തിനാണ്? ആ മത്സ്യത്തിന് ആവശ്യമായ പ്രാണവായു നമ്മൾ കൊടുക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ തളരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടായി, മക്കൾ തന്നെ നിങ്ങളോട് നിങ്ങളുടെ മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അപ്പ സംസാരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും അയൽവാസികൾ നിങ്ങളെക്കുറിച്ച് അതിന് കിംവദന്തികൾ പറഞ്ഞ് പരത്തുക, നിങ്ങളുടെ മനസ്സ് അത് നിങ്ങളുടെ ഒരു വിശ്വാസിയുടെ മനസ്സ് ഫ്രീ ആയിരിക്കണം. ഇപ്പം എനിക്കറിയാം എന്നെക്കുറിച്ച് എന്തെല്ലാം തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം വീഡിയോ വന്ന് അല്ലേ? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യണത്. അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നമ്മൾ ഉടനെ അവരെ സപ്പോർട്ട് ചെയ്യും. അതെന്താ പ്രശ്നം? നമ്മൾ ഫ്രീയാണ്, നമ്മളതൊന്നും ബാധിക്കണില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കൃപാസനത്തിൽ എന്തെങ്കിലും കുറവുണ്ടായാൽ അല്ലേ, നമ്മൾ ആക്രമിക്കണ കാലത്ത് നമുക്ക് 2 ലക്ഷം വ്യൂസാണ് നമുക്കുണ്ടായത്. ഇപ്പം അത് 10 ലക്ഷമാകാൻ പോകണം. കർത്താവ് വല്ല അടയാളം കുറച്ചിട്ടുണ്ടോ? കർത്താവ് തോൽപ്പിക്കാതെ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കൈയടിച്ച് ശ്രദ്ധിക്കുക. മേഘത്തിൽ തണലരുളി എന്നെ സാന്ത്വനമായി
എന്നെ സാന്ത്വനമായി നടത്താം. അപ്പോഴെന്ത് സംഭവിച്ചത്? എന്തെങ്കിലും ഇതിൽ മനസ്സിന് ഒരു ഭാരം തോന്നിയാൽ അപ്പോൾ തന്നെ മക്കളെടുത്ത് ബൈബിളെടുത്ത് വായിക്കണം. മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബൈബിൾ എനിക്ക് പോലും ചില ഭാഗം മനസ്സിലായിട്ട് തീർക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളത് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ സ്പിരിറ്റ് ഡൗൺ ആയി പോകത്തില്ലേ? നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റ്, മനുഷ്യാത്മാവ് ഡൗണായി വഴക്ക് കൊണ്ടോ, ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ പരീക്ഷ തോരെന്ന് വിചാരിച്ചോ, അത് നിങ്ങൾ തന്നെ IRTS തോരെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ വസ്തു എടുക്കാമെന്ന് പറഞ്ഞ ആൾ നമ്മൾ പലരും ആൾക്കാരുടെ ഡേറ്റ് പറയും. പക്ഷേ അയാൾ അവസാനം ഇന്നലെ കാലം മാറിയെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ എവിടെ പോകാനാണ് ദൈവമേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറിക്കിടന്ന് വിഷമിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുക? അപ്പോഴും വിശ്വാസം വിടാതെ ബൈബിൾ എടുത്ത് വായിക്കണം. കാര്യം ബൈബിള് ഇങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിച്ചവരുടെ അനുഭവ സാകല്യമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. അത് മുഴുവനും പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന. നിങ്ങൾ അത് വായിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഇൻസ്പിരിറ്റഡ് ആകും. നിങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ഇപ്പം നമുക്ക് കുമ്മായ, ഇപ്പോൾ ഒരു കരിമീൻ നമുക്ക് വളർത്തണം. അപ്പോൾ നമ്മളെന്താ ചെയ്യണത്? ആ പുഴയിൽ അല്ലെങ്കിൽ ആ കുളത്തിൽ പോയിട്ട് അതിൻ്റെ pH ടെസ്റ്റ് ചെയ്യും. pH കുറവാണെങ്കിൽ മീൻ വളരത്തില്ല. ഉടനെ നമ്മൾ അതിൻ്റെ അകത്ത് കുമ്മായം എടുത്തിടും. pH കറക്റ്റ് ചെയ്യും ഇല്ലേ? എന്നിട്ടാണ് നമ്മൾ പിന്നെ മീൻ ഇടുന്നത്. ഇതുപോലെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആൾക്കാർ നമ്മളെ അപമാനിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ഭാരപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മദ്യപാനമോ മക്കളുടെ അല്ലെങ്കിൽ അപ്പൻ്റെ എന്തെങ്കിലും തോന്നിവാസമോ നിങ്ങളെ കേട്ട് നിങ്ങളെ ഭാരപ്പെടുമ്പോൾ നിങ്ങളുടനെ നിങ്ങളുടെ pH ഡൗണായി പോകും. നിങ്ങളുടനെ കുമ്മായി ഇടുന്ന പകരം എന്ത് ചെയ്യും? നമ്മൾ ബൈബിളെടുത്ത് വായിക്കും. ഇപ്പോൾ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ബൈബിൾ വായിക്കാനൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊരു അത്യാവശ്യമാണ്. അത് എസ്പെഷ്യലി ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്, പ്രയാസമുള്ള സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഭാരപ്പെട്ട സമയത്ത് വിശുദ്ധ ഗ്രന്ഥം പ്രാപിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പരിശുദ്ധാത്മാ കൃപയില് നിലവാരപ്പെടുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. വചനം വായിക്കാനുള്ള പ്രത്യേക കൃപ, വചനം വായിച്ച് അഭിഷേകം പ്രാപിക്കാൻ എനിക്ക് ഈ നിമിഷം പ്രത്യേക കൃപ നൽകണമേ. പ്രത്യേക കൃപ നൽകണമേ. അളവന്നെ പകർന്നിടുക ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവകൃപയരുൾക, കൃപയരുൾക, കൃപയരുൾക. അളവന്നെ പകർന്നിടുക ഈ ഭൂമിയിലെ യാത്രയതിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞരമ്പ് ഒന്നും വലിച്ചു മുറുകാതെ ഞാൻ പതുക്കെ സാവധാനത്തെ സാന്ത്വനമായി സന്തോഷത്തോടെ നിങ്ങളോട് വചനം പറയുമ്പോഴേ കർത്താവ് നിങ്ങളോട് സന്തോഷത്തോടെ സംവദിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദാറ്റ് മീൻസ് കർത്താവ് നിങ്ങളെ അവിടെ ദൈവസ്നേഹത്തോട് കർത്താവ് നിങ്ങളോട് പെരുമാറുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിഷയമായാലും നമുക്കറിയാമല്ലോ, ഉടമ്പടിയുടെ സാക്ഷികളുടെ റേഞ്ച് എന്ന് പറയണത്. കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു സാക്ഷി ഞാൻ കിട്ടെ ഭയങ്കര ചിരിച്ചു പോയി. എന്താ പ്രശ്നം? അയാൾക്ക് പെണ്ണ് കിട്ടണില്ല, അതാണ് പ്രശ്നം. കാര്യം ഞാനിങ്ങനെ ചിരിച്ചെങ്കിലും ഒത്തിരി പേർക്ക് ജീവിത പങ്കാളെ കിട്ടണില്ലേ. ഞാൻ വളരെ വേദനയോടെ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ്. ചെറുക്കന്മാരൊക്കെ പ്രത്യേകിച്ച്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊന്നും പോണില്ല. എന്നാലും ഞാൻ എല്ലാവർക്കും കല്യാണം കഴിച്ച് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെന്നെ കർത്താവിനോട് പറയുകയും ചെയ്യണത്. അപ്പോൾ ഒരു ചേട്ടനിവിടെ സാക്ഷ്യം പറഞ്ഞു. അയാൾ 18 പെണ്ണുങ്ങളെ കണ്ട് ഒരു പെണ്ണിനും പുള്ളിയെ ഇഷ്ടപ്പെട്ടില്ല. അയാൾ തുറന്ന് പറയുന്നുണ്ട്, ഒരു പെണ്ണിനെ എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ. എന്താ കാര്യം? എന്ന് സൗന്ദര്യം കുറവാണ്.
പിന്നെ എന്താ, വീടില്ല. വീടുണ്ട്, പക്ഷെ അത്ര നല്ല വീടല്ല. ഇപ്പം നമുക്ക് നമ്മുടെ പെൺപിള്ളേർക്കൊക്കെ ഇപ്പോൾ ഒരു അടുക്കള രാജകൊട്ടാരം പോലെ ആകണ്ടേ, അതാണ് പ്രശ്നം. ആരാണ്ട് സിനിമാ നടിയൊക്കെ പറഞ്ഞ അടുക്കള രാജകൊട്ടാരം, ഇപ്പം ഇന്ന് എല്ലാവരും പറഞ്ഞു എൻ്റെ രാജകൊട്ടാരം. അപ്പോൾ അതായത് നമ്മൾ എൻ്റെ മക്കളെ വളരെ വളരെ ശ്രദ്ധിക്കണേ. ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ വലുതായി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിങ്ങനെ ആഗ്രഹിച്ച് വരികയും ചെയ്യുന്നു. നമ്മളുടെ ഇവിടെ കൊമേഴ്സ്യലായിട്ടുള്ള ലോകം, വ്യാപാര ലോകം നമ്മളെ ഭ്രമിപ്പിച്ചിട്ട് ഇതാണ് ജീവിതം എന്നും പറഞ്ഞ് അവർ വരച്ചിടുകയാണ് നമ്മുടെ ജീവിതം. കമ്പനിക്കാർ നമ്മുടെ ജീവിതം വരച്ചിടുകയാണ്. എന്നിട്ട് ഓരോരോ സംഭവങ്ങൾ കാണിച്ച് കൂട്ടുന്നു. എന്നിട്ട് അതാണ് അടുക്കള എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഓരോ പെരവാസത്തേക്ക് നമ്മൾ പെരവാസത്തേക്ക് ചെല്ലുമ്പോൾ പുതിയ പുതിയ ഏർപ്പാടുകളാണ് അവിടെ കാണുന്നത്. നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടോ എത്ര രൂപയായെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പറയാതിരിക്കണം നല്ലതെന്നായിരിക്കും അവർ നമ്മൾ പറയണം. അപ്പോൾ രൂപ അപ്പോഴും പറയത്തില്ല. ഇതൊന്നും പറയാതിരിക്കും നല്ലതെന്നാണ് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ലക്ഷം രൂപയൊക്കെ കിച്ചൺ ഉണ്ടാക്കുന്ന ആൾക്കാർ ആപ്പാട് 2 പേർക്ക് തിന്നാനാണ്. അതാണ് കഷ്ടമേ. ആ വലിയപ്പനും വലിയമ്മ അവിടെ തിന്നണ കാണാം. 20 ലക്ഷം കിച്ചൺ, 20 ലക്ഷം രൂപയുടെ കിച്ചണിൽ ഒരു വലിയപ്പനും വലിയമ്മയും കൂടി അവിടെ ഇരുന്നിട്ട് തിന്നണ കാണാം. എന്താ തിന്നണത്? ടപ്പിയൊക്കെ വിത്ത് ചോക്ലേറ്റ് ബ്രാൻഡിങ്. കപ്പയും മുളകിനും വേണ്ടി റിസോർട്ടുകാർ കൊടുത്ത പേരാണത്. അവരതിന് മേടിക്കണ 200 രൂപയാണ് ഒരു കപ്പയും ഒരു മുളകിനും കൂടി മേടിക്കണത്. ഇത് തന്നെയാണ് നമ്മുടെ അടുക്കള ഉണ്ടാക്കിയിരിക്കുന്നത്. 20 ലക്ഷം രൂപയുടെ അടുക്കള ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിന്ന് കഴിക്കുന്ന സാധനം ഇതാണ്. അത് നമ്മളാരും കഴിക്കണമില്ല. അവിടെ അപ്പാപ്പനും അമ്മാമ്മയാണ് കഴിക്കണത്. അവർക്കെല്ലാം കഴിക്കാനും പറ്റണില്ല, ഷുഗർ കൊണ്ട് പ്രഷർ കൊണ്ട്. അടുക്കളയുടെ വില ആർക്ക് വേണ്ടിയാണെന്ന് അറിയത്തില്ല. ഇതിവിടെ കഴിക്കണ ആൾക്കാരാരാണ്? അവർക്ക് കഴിക്കാൻ പറ്റാത്തതാണ് പല ആഹാരവും. അവർ മരുന്നിലാണ്. നമ്മളൊക്കെ കാനഡയിലല്ലേ, ഇവരൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കുകയല്ലേ. ഈ കഴിക്കാൻ പറ്റാത്ത ആഹാരം അതിനാണ് 20 ലക്ഷം രൂപയുടെ അടുക്കള ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എന്താ പറ്റിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ എസ്റ്റീമാനാണ് ഇത് ഉണ്ടാക്കിയിരിക്കണത്. നാട്ടുകാരുടെ മുമ്പിൽ ആൾക്കാരെ ബ്രാൻഡ്, അടുക്കളയുടെ ബ്രാൻഡ് കണ്ടിട്ട് ആൾക്കാരുടെ കേമത്തം നിശ്ചയിക്കുന്ന ഒരു കാലം. നമ്മുടെ കേമത്തം നിശ്ചയിക്കുന്നത് അടുക്കളയുടെ ബ്രാൻഡ് കണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് തന്നെയാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു കേമത്തം കാണിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല മക്കൾ, നല്ലതാണ്. കിഡ്നി ബാങ്കുകാർക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലേ പ്രശ്നം. ഈ കടങ്ങളെല്ലാം വന്നിരിക്കണത് എങ്ങനെയാണ്? ഒരു 50 കൊല്ലം മുമ്പേ നമ്മുടെ അപ്പപ്പന്മാർക്ക് കടമില്ലാഞ്ഞല്ലോ. 50 കൊല്ലം മുമ്പ് അപ്പൂപ്പന്മാർക്ക് കടമുണ്ടായിരുന്നോ? വളരെ കുറച്ച്. വല്ല കടമുണ്ടായിരുന്നു, വല്ല വസ്തു മേടിച്ച കടം മാത്രമേ ഉള്ളവർക്ക്. വസ്തു മേടിച്ച കടവും ആണ് ഉണ്ടായിരുന്ന കടം, വേറൊരു കടമില്ല. ഇപ്പോൾ വസ്തു മേടിച്ച കടമല്ല ഉള്ളത്. ഇപ്പോൾ ഇതുപോലെയുള്ള ആ സ്ഥാപനജംഗം വസ്തുക്കൾ ഉണ്ടാക്കുന്ന കടങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അത് മക്കളാണ് കാര്യം. നമ്മളെല്ലാം മക്കളുടെ മാതാപിതാക്കന്മാർ മക്കൾ ഫ്രണ്ടിലല്ലേ. അപ്പം മക്കളാണ് തീരുമാനിക്കണം ഓരോ കാര്യം വീട്ടിൽ. ആ മക്കളെ എങ്ങനെ തീരുമാനിക്കണം? അവിടെ കൂട്ടുകാരുടെ വീട്ടിൽ പോകുമ്പോൾ അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിവിടെ മേടിപ്പിക്കും. ഇതെവിടുന്ന് മേടിക്കാനാണ്? ബാങ്കിൽ പോയി കടമെടുത്താണ് ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരണത്. ഏത് കാലത്തെ കടത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്? അവസാനം മൊത്തം ഇതെല്ലാം വിൽക്കേണ്ടി വരും. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് ആരാണ്? നിങ്ങൾ തന്നെയല്ല, ദൈവം അല്ലല്ല. അപ്പം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത്. അതിനൊരു പ്രൊട്ടക്ഷൻ വേണം. ഉടമ്പടി ഉണ്ടെന്നും പറഞ്ഞ് ഉടമ്പടി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടി ഉടമ്പടിയുടെ എനർജി ലൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് വളരണത്? ഇപ്പോൾ വിദ്യാഭ്യാസമാണെങ്കിൽ ഓക്കെ, ഞാൻ ആകപ്പാടെ കടം മേടിക്കാൻ പറയണ സാധനം വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസം കാര്യം അത് പുതിയ തലമുറ അതിൻ്റെ ബുദ്ധിമുട്ട് അവരെല്ലാം അനുഭവിക്കണം. അപ്പം അവരൊന്ന് പൊക്കി വിടാൻ കുഴപ്പമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കളെ ദൈവത്തെ നിരക്കുന്നതാക്കി എടുക്കണം. ഉടമ്പടിയുടെ ജീവിതം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതെല്ലാം ചോദിച്ച് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് ഇഷ്ടമുള്ളവർ ജീവിക്കുകയല്ല, മറിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളവർ ജീവിക്കുകയാണ്. കൈയിടിച്ച് കർത്താവിന് സ്തുതിക്കട്ടെ. ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിന്റെ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ആരാധന
മക്കൾ നല്ല വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണം. കാര്യം അമ്മ നിങ്ങളെ കൈവിടത്തില്ല. പിന്നെ നിങ്ങൾ കൈവിടാൻ പറ്റുന്ന രീതിയിൽ കസരത്ത് കാണിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്നത്. അത് ശരിയായ ഉപദേശമാണ്. ഇപ്പോൾ ഈ ബിനുവിൻ്റെ കേസ് കണ്ടില്ലേ? ബിനു എന്താ പറയണത്? 18 പെണ്ണുങ്ങളെ കണ്ടിട്ട് 18 വർഷമായി ഇടുക്കിക്കാരൻ ബിനു കല്യാണത്തിന് ഒരു ജീവിത പങ്കാളി അന്വേഷിച്ച് നടക്കുന്നത്. 18 വർഷമായിട്ട് 18 സ്ത്രീകളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ത്രീക്ക് പോലും ഈ മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. തീർന്നില്ലേ? അതിന് പിള്ളേർക്കാണെങ്കിൽ ഷാറുഖ് ഖാനെ മാത്രം മതി. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നമേ. അതെന്ത് എൻ്റെ മക്കൾ ഇതൊരു അഭിഷേകമാണ്. എന്നുവെച്ചാൽ നമുക്ക് ഒരാളെ ദൈവം തരുന്ന ഇണയെ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ പറയും ഇതാണെന്ന് പറയും. ദൈവം സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. പണ്ട് റബേക്കയോട് ചോദിക്കണേ, റബേക്ക ഒട്ടക തെളിക്കുന്ന ആളിനോട് ചോദിക്കണ കേട്ടില്ലേ, ആ വയലിലൂടെ പോണത് ആരാണെന്ന്. അവൾക്കൊരു വൈബ് കിട്ടി. അതാണ് പ്രശ്നം. ഒരു വൈബ് കിട്ടി. ആ വയലിലൂടെ പോണത് ആരാണ് അത്. അപ്പോൾ ഇയാൾ പറയുക അതാണ് എൻ്റെ യജമാനൻ, നിങ്ങൾക്ക് ദൈവം തരാൻ പോകുന്ന ജീവിത പങ്കാളി. അപ്പോൾ തന്നെ അവൾ മുഖമെടുത്ത് മറച്ചു. ഒരു അഭിഷേകത്തിൻ്റെ വൈബാണത്. ജീവിത പങ്കാളി കാണുമ്പോൾ തന്നെ ദൈവം തന്നതാണെന്ന് നമുക്ക് തോന്നും. നമ്മൾ അതിൻ്റെ അകത്ത് മമ്മൂട്ടിനെയും അതുപോലെ ഷാറുഖ് ഖാനും തന്നെ കാണണമെന്ന് പറയുമ്പോഴാണ് അഭിഷേകത്തിന് നിലവാരം പോകും. ദൈവത്തെ അത് പ്രാർത്ഥിച്ച് വാങ്ങിക്കണം. ജീവിത പങ്കാളിയെ ആദ്യം മുതലേ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഋതുമതിയാകുന്ന സമയം മുതലേ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആൺപിള്ളേർക്കാണെങ്കിൽ ഒരു 10-12 വയസ്സ് 15 വയസ്സാകുമ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. എപ്പോൾ കെട്ടിയാലും ദൈവം തരുമ്പോൾ കെട്ടിയോ. പക്ഷേ ദൈവത്തിനടുത്ത് ജീവിത പങ്കാളിയുണ്ട്. ബിനു എന്ന് പറഞ്ഞത് അവസാനം നമസ്തേ പറഞ്ഞു ഉടമ്പടി എടുത്തിട്ടും അമ്മ ജീവിത പങ്കാളിയെ കൊടുത്തില്ല. ഇടുക്കിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ബിനു, അമ്മേ 18 കൊല്ലമായി ഒരു പെണ്ണന്വേഷിച്ച് നടക്കണം, ഒരു പെണ്ണിനെ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. 18 കൊല്ലമായി 18 പെൺപിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ആർക്കും എന്നെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എനിക്ക് ജീവിത പങ്കാളി ഇല്ലല്ലേ അമ്മേ? അമ്മയെടുത്ത് വന്നിട്ട് ഇല്ലല്ല. അതാണ് വിഷയം. ഉടനെ ഞാൻ കാട്ടിൽ പോകാൻ തീരുമാനിച്ചു. അവിടെ കാട്ടിൽ 3 സഹോദരന്മാർ താമസിക്കുന്നുണ്ട്. അപ്പം ഏകസ്ഥനായി ജീവിക്കാൻ തീരുമാനിച്ചു. ഏകസ്ഥനായി ജീവിക്കുമ്പോൾ നാളെ കാട്ടിൽ പോയിടും. നിങ്ങൾക്ക് കാട്ടിലെ 3 സഹോദരന്മാർ ജീവിക്കാൻ അറിയാമല്ലോ, ഇടുക്കിക്കാർക്ക് അറിയാമല്ലോ. കാട്ടിൽ കുറേ നാളുടെ അവർ താമസിച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനെ 10-12 വർഷമായെന്ന് തോന്നുന്നു. 3 സഹോദരന്മാർ കാട്ടിൽ താമസിച്ച് ഹെർമിറ്റിനെ പോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോയി കൂടാൻ തീരുമാനിച്ചു, പെണ്ണ് കിട്ടാത്തതിൻ്റെ പേര്. അപ്പം നാളെ പോവുകയാണ്. അപ്പോൾ ഉടനെ അമ്മയ്ക്ക് സങ്കടമായി. ആർക്ക്? മാതാവിന്. ഉടമ്പടി എടുത്തിരിക്കണല്ലേ. ഉടനെ ഒരു പെൺകുട്ടി വന്നിട്ട് ഈ ബിനുവിനോട് ചോദിക്കും, നിങ്ങൾ ബിനു അല്ലേ, നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ ബിനു പേടിച്ചു പോകും. കാര്യം അവൾക്ക് 20 വയസ്സ്, ഇയാൾക്ക് 38 വയസ്സ്, 43 വയസ്സ്. എന്ത് വ്യത്യാസമാണ്. അപ്പോൾ വിശ്വസിക്കാൻ പറ്റണില്ല. അപ്പോൾ പറഞ്ഞു നമ്മൾ തമ്മിൽ ഭയങ്കര ഏജ് വ്യത്യാസമല്ലേ, അത് കുഴപ്പമില്ല, ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഒരു നോക്കിയ മാതാവ് ചെയ്യണ കാര്യങ്ങൾ കണ്ടില്ലേ. അവൻ സങ്കടപ്പെട്ട് അവന് ജീവിത പങ്കാളി കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ കാട്ടിലോട്ട് പോകാൻ പോയി. ഇനി അവൻ തിരിച്ചു വരാത്ത രീതിയിൽ. അപ്പോൾ അമ്മയോട് ചോദിച്ചത് കൊണ്ട് അമ്മ ഒരു പെൺകുട്ടിയെ, അങ്ങനെ പെൺകുട്ടികൾ ആരെങ്കിലും പോയി ചോദിക്കുവാ നിങ്ങൾ എന്നെ കെട്ടുവാന്ന്? ഒരിക്കലും ചോദിക്കത്തില്ല. പക്ഷെ അമ്മ ചോദിപ്പിച്ചിരിക്കും, ഇതാണ് നിന്റെ അമ്മ. ശ്രുതികട്ടെ. ഉടമ്പടിയിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുന്ന സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ. എല്ലാവരും എഴുന്നേൽക്കുക. എല്ലാവരും സന്തോഷത്തോടെ എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഓൺലൈനിലുള്ളവരും ഗെറ്റ് റെഡി. രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ രോഗം 1, 2, 3 രോഗമൊക്കെ ഉണ്ടെങ്കിൽ
അവിടെ എല്ലാം കൈകൾ മാറ്റി മാറ്റി വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അച്ഛൻ പറഞ്ഞ മനസ്സിലായ മക്കളെ? രോഗം ഒന്നിൽ കൂടി രോഗമുള്ളവരില്ലേ? നെഞ്ചിൽ, വയറിൽ, ഉദരത്തിൽ ഒക്കെ രോഗമുള്ളവർ കൈകൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണം അഭിഷേക സമയത്ത്. ശ്രുതിക്കട്ടെ മക്കളെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കൈകൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്തിട്ടെ. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവേ, ചെകിടിനെ കേളി നൽകിയവനെ, കർത്താവേ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, കർത്താവെ മഹോരോഗ്യപ്പെടുത്തിയവനെ, കർത്താവെ തലഭാരോഗ്യപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവെ നിന്നെ തിരുമുറുപാർന്ന് വലത് കരം മക്കളുടെ ശിരസിൽ വെക്കണമേ. മുടി കൊഴിഞ്ഞു പോകുന്നവരെ, ശിരസിൽ സിസ്റ്റുള്ളവര്, ബ്രെയിനിലെ സിസ്റ്റുള്ളവര് കർത്താവ് ഇപ്പം തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രെയിനിൽ ബ്ലോക്കുള്ളവരെ തുടരുമെന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രെയിനിൽ ബ്ലോക്കുള്ള സിസ്റ്റുള്ള കിടപ്പ് രോഗികൾ, അതിനുപരി ശരീരം തളർന്നു പോയവരെ അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ പേശികളിലും കൊശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. വാതരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വിസർപ്പ രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തത്തെ കഴുകപ്പെടട്ടെ. അസ്ഥിരോഗങ്ങൾ, അസ്ഥി ഉരുക്കങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ, സ്രാവരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സ്പർശിക്കപ്പെടട്ടെ. ശ്വാസകോശ രോഗങ്ങൾ, പിസുര രോഗങ്ങൾ, പിസിയോടി രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, കരൾ വീക്കങ്ങൾ, ശ്വാസകോശ ചുരുക്കങ്ങൾ, തൊണ്ടയിലെ ക്യാൻസർ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, സ്പൊണ്ടിലോസിസ് രോഗങ്ങൾ, സ്പൈന രോഗങ്ങൾ ഉച്ച മുതൽ ഉള്ളംകാലം വരെ യേശു ക്രിസ്തുവിന്റെ ഉന്നത നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ശുദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ. അരികിൽ വരേണേ, സദയം തുടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തുടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. എൻ്റെ മക്കളെ, ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരീക്ഷ എഴുതാൻ പോകുന്നവർ, പ്രൊഫഷണൽസ്, ഇൻ്റർവ്യൂ, ടെസ്റ്റിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ടെസ്റ്റ് ഇൻ്റർവ്യൂ, വിസ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞവർ, അതിൻ്റെ റിസൾട്ട്, അനുകൂലമായ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, സാമ്പത്തികമായ പോരായ്മകൾ ഇപ്പോഴും ഉള്ളതുകൊണ്ട് അത് അന്വേഷിച്ചിരിക്കുന്നവർ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ, അതിന് മാർഗമില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹ തടസ്സമുള്ളവർ, മക്കൾ ഇല്ലാത്തവർ, കടകമ്പോളങ്ങൾ കൈമോശം വന്നു പോകുന്നവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ, അതേസമയം തന്നെ ഓഫർ ലെറ്റർ വന്ന് വിസ വരാത്തവർ, ഈ ആഴ്ചയിൽ കയറിപ്പോകുന്നവർ, അവിടെ താമസിക്കാൻ സ്ഥലം ഇപ്പോഴും കിട്ടാത്തവർ, ജോലിക്ക് സാങ്കേതികമായ തടസ്സങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നവർ, അന്യരാജ്യങ്ങളിൽ ചെന്നിട്ട് പരീക്ഷ വീണ്ടും എഴുതാനിരിക്കുന്നവർ, അവരൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ ശക്തി നിലയ്ക്ക് ആവശ്യിച്ചുകൊണ്ട് അമ്മമാതാവിൻ്റെ മാധ്യസ്ഥത്തെ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ മാറിപ്പോകുന്നതിന് വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയിലൂടെ എല്ലാ ജീവിത ദുരിതങ്ങളെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ ജീവിത ദുരിതങ്ങൾ, ദൈവ തടസ്സങ്ങൾ യേശു നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാ
സൗഖ്യം നൽകണമേ. നാഥാ എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. മുട്ടേ നിൽക്കുക മക്കളെ. നമ്മളിനി പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഓട്ടിസം രോഗികൾ, കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, മക്കളില്ലാത്തവർ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, ഹൃദയത്തിന് ദൂരങ്ങളുള്ള കുഞ്ഞുങ്ങൾ, ശ്വാസകോശങ്ങളിലെ ഓക്സിജൻ തങ്ങി നിൽക്കാത്ത അവസ്ഥയുള്ളവരെ, മക്കളില്ലാത്തവരെ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നവരെ, കേസിൽ അകപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ, വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, കുടിക്കാൻ വെള്ളം കിട്ടാത്തവർ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. Lord Jesus Christ, set your fire finger, soak with the precious blood. Lord, infuse your spirit. Lord, infuse your spirit of power and grace. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ മാർഗതടസ്സങ്ങൾ യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സൗഖ്യം നൽകണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വരുമാന മാർഗം നഷ്ടപ്പെട്ടവർ, നിങ്ങളിത് നിങ്ങളുടെ വിഷയമല്ലെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയരുത് കേട്ടോ. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങളുടെ കാര്യവും നടക്കാൻ വരും. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ ഇങ്ങനെ ട്രേസ് ഔട്ട് ചെയ്താൽ അത് നമ്മുടെ കാര്യമായിട്ട് എടുത്തിട്ട് ഉടമ്പടി ആരെല്ലാം ഉടമ്പടി ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും ഈ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ഈ ആഴ്ചയിൽ തന്നെ ഈ വിഷയത്തിന് അവർക്ക് വിടുതൽ ലഭിക്കണം. സാമ്പത്തിക കടങ്ങൾ വന്നിട്ടുള്ളവരെ, പണം കിട്ടാനുള്ളവരെ, ജോലിക്ക് പണം കൊടുത്തിട്ട് കൈമോശം വന്നിട്ട് പോയിട്ട് ആളുമില്ല, അർത്ഥവുമില്ല, പേരുമില്ല, ഊരുമില്ലാത്തവർ, ഇറങ്ങിപ്പോയ കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൺമക്കൾ, ഭർത്താക്കന്മാർ, അങ്ങനെ വരാനുണ്ടായ സാഹചര്യങ്ങൾ, ചില സ്ഥലങ്ങൾ വിട്ടുമാറണം. ചില സ്ഥലങ്ങളിൽ കൃഷി ഇട്ടിട്ടുണ്ട്. ഏലമായാലും ഇഞ്ചി ആയാലും കൃഷിയിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്ന അനേകം മക്കളാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ, കടക്ഷോഭകാലത്താണ് ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവർ പോണത്. അവിടെ കടങ്ങളെല്ലാം പരിഹരിക്കപ്പെടാവുന്ന ഒരു കാലഘട്ടമാണിത്. കടങ്ങൾ അവരുടെ പരിഹരിക്കപ്പെടും. അവരെല്ലാം കടലിനെ സമർപ്പിച്ചുകൊണ്ട് ദുരിതപൂർണമായ കാലാവസ്ഥ ഉണ്ടാകുന്ന ആഗസ്റ്റ് മാസമാണ് വരുന്നത്. ഇനി ഒരു പ്രളയം ആവർത്തിക്കാതിരിക്കാൻ, കടക്ഷോഭങ്ങളായാലും ശരി, പ്രളയമായാലും ശരി, മറ്റു തരത്തിലുള്ള എല്ലാവിധ മനുഷ്യ ദുരിതമുണ്ടാക്കുന്ന സാഹചര്യങ്ങളുടെ മേൽ ഇടിമുഴക്കം പോലെ കർത്താവിൻ്റെ ശക്തി നിറഞ്ഞു നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, തൊഴിൽ മേഖലകളിൽ പ്രത്യേകമായിട്ട് നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നാഥാ
എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ വിട്ടുപോയ ജീവിത ആവശ്യങ്ങളും മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപന ആശീർവാദം. മരിയൻ ഉടമ്പടിയിലും ഉടമ്പടി പുതുക്കിയും സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശുകൾ ജീവിതത്തിൽ പെരുകുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ മൗനം സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവകൃപ കരയറ്റുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ.